തന്നെ നാം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ 2025 സെപ്റ്റംബർ മാസം 30-ാം തീയതി ഈ വർഷത്തിൻ്റെ 9-ാം മാസത്തെ അവസാന ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ പകൽ സമയത്തെ കുടിവരവിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠ സി പാസ്റ്റർ പ്രാർത്ഥനയുടെ നേതൃത്വം കൊടുത്തു തൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചു. പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരിചിതമായിരിക്കുന്ന വേദ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്നാണ് ദൈവിക്കുന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ വേണ്ടി റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിച്ചുകൊണ്ട് അതിലും ചില സന്ദേശങ്ങളെ കർത്താവ് തന്നിരിക്കുന്ന ആലോചന പങ്കുവയ്ക്കാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ഇവരും ആയിരിക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. റോമർക്കെഴുതിയ 12-ാം അധ്യായം എൻ്റെ 12-ാമത്തെ വാക്യം ആശയിൽ സന്തോഷിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആശയിൽ സന്തോഷിക്കും. സെപ്റ്റംബർ മാസം ഈ അവസാന ദിവസം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ആശയിൽ സന്തോഷിക്കും. വളരെ 12-ാം അധ്യായത്തിൽ നിരവധി കാര്യങ്ങൾ പ്രബോധന വാക്കുകളായിട്ട് പൗലോസ് റോമ സഭയിലേക്ക് എഴുതി അയക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് ആശയിൽ സന്തോഷിപ്പീൻ, കർഷകർ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥന ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക, അതിഥിസക്കാരും ആചരിപ്പീൻ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശവിക്കാതെ അനുഗ്രഹിപ്പീൻ. ഇങ്ങനെ നിരവധി കാര്യങ്ങളെന്ന് പറഞ്ഞതൊക്കെ വായിച്ചെന്ന് ഗ്രഹിക്കുന്ന നല്ലതാണ്. പിന്നെ നമുക്കൊക്കെ അറിയാം. എങ്കിലും ഈ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ആശയിൽ സന്തോഷിക്കുകയും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പശ്ചാത്തലത്തോട് ബന്ധത്തിൽ ചിന്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. എന്താണ് ആശ, എന്താണ് പ്രത്യാശ, തമ്മിൽ വ്യത്യാസമുണ്ടാകും. എല്ലാം ഒന്നിനോടൊന്ന് തുല്യമാണ്. ആശ എന്ന് പറയുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ഏകദേശമൊക്കെ നമ്മൾ മാറ്റുന്നു. ആശ അല്ലെങ്കിൽ ആഗ്രഹം, അഭിലാഷം എന്നതിൻ്റെ ഡിക്ഷണറി വാക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരാൾക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നോ സംഭവിക്കണമെന്നോ ഉള്ള ആഗ്രഹത്തെയാണ് ഈ ആശ അല്ലെങ്കിൽ ആഗ്രഹം, അഭിലാഷം സൂചിപ്പിക്കും. ഒരാൾക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നോ സംഭവിക്കണമെന്നോ. രണ്ട് രീതിയിലുള്ള ആശ. നല്ല ആശകളുണ്ട്, ദുഃഖൻ്റെ ആശയുണ്ട്. അപ്പം നമ്മുടെ ആഗ്രഹമെല്ലാം ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് ലഭിക്കണം, നല്ലത് സംഭവിക്കണം. എന്നാൽ മറുഭാഗത്ത് ദുഷ്ടൻ്റെ ആഗ്രഹം, ദുഷ്ടൻ്റെ ആശ മറ്റൊന്നുമല്ല. ഒരാൾക്ക് എന്ത് ചെയ്യരുത്, അവൻ ആഗ്രഹിക്കുന്നത് ലഭിക്കരുത്, അവന് എന്ത് ചെയ്യണം, ദോഷം സംഭവിക്കണമെന്നാണ് ദുഷ്ടൻ്റെ ആശ. ഈ ആശ അതാണ്. ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന നല്ലത് മാത്രമേ ലഭിക്കാവൂ. അതിൻ്റെ യഥാർത്ഥ മീനിങ് ഇങ്ങനെയാണ്. ആശ എന്നത് ഒരാൾക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നോ സംഭവിക്കണമെന്നോ ഉള്ള ആഗ്രഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹം, ആശയിൽ നമ്മൾ നല്ലത് ഓർക്കുക. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു ശക്തി ആവരിക്കുന്നുണ്ട്. അവിടെ ആശയം വേറൊന്നാണ്. അത് ലഭിക്കരുത്, കൊടുക്കരുത്, അത് രക്ഷപ്പെടരുത്, നശിച്ചു പോകണമെന്നാണ് ദുഷ്ടലോകത്ത്. ഇതിനിടയിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെ ഗ്രഹിച്ച് പ്രത്യാശ എന്നുള്ളത് അത് ഈ ആശ നിറവേറപ്പെടുമെന്നുള്ള വിശ്വാസത്തെയാണ് പ്രത്യാശ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രത്യാശ അതാണ്. നമ്മൾ ആശിക്കുന്നത് നിറവേറപ്പെടും, അത് സംഭവിക്കും എന്നുള്ള ആ വിശ്വാസത്തെയാണ് പ്രത്യാശ കുറിക്കുന്നത്. അപ്പോൾ ആശ എന്നുള്ളത് നമുക്ക് നല്ലത് സംഭവിക്കും, അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത് അവർക്ക് സംഭവിക്കണം, അത് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ വിശ്വാസത്തോടെ അതിന് സ്ഥിരത കാണിക്കുന്നതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആശയുള്ളവർക്ക് പ്രത്യാശ ഉണ്ടാകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശയിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ആരിലാണ് ആശ വെച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്കെല്ലാം ആശിക്കാൻ പറ്റും. പക്ഷെ അത് നടക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ആവശ്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്കത് ചെയ്താൽ മതി, ആശിക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. അവിടെ ആശിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എനിക്കത് എടുത്ത് കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ ഞാൻ വേദനപ്പെട്ടിരിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കണമെന്ന് ആശയിച്ചാൽ അത് മറ്റൊരാൾക്കുള്ള കാരണം. അപ്പോൾ അതാണ്
ഈ ആശയുടെ വ്യത്യാസം. അപ്പോൾ ആശിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആശിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്, നമ്മൾ കാണുന്നതിനെക്കുറിച്ച് പ്രത്യാശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കാണുന്നത് നമുക്കത് ലഭിച്ചു, നാം കാണാത്തനാ എന്ത് ചെയ്യുന്നു പ്രത്യാശയോടായിരിക്കും. എനിക്ക് ചെയ്യുന്ന കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആശിക്കേണ്ട ആവശ്യമില്ല, എനിക്കത് സാധിക്കാൻ കഴിയും. അങ്ങനെയല്ലേ? നമുക്കെന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ആശയല്ല, അത് നമ്മളത് ആഗ്രഹിക്കുന്നത് ഉടനടി തന്നെ ചെയ്യും. എന്നാൽ ഈ ആശ എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് അത് ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാളത് ചെയ്യാനായിട്ട് അതിന് വേണം, മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. ഇവിടെ ദൈവസഹായം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സഹായമാണ് മനുഷ്യരെ കൊണ്ടുപോലും കഴിയാത്ത കാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്കിപ്പം നമുക്ക് നമ്മളെ കൊണ്ടിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞു, ഒരു വെയിറ്റുള്ള സാധനം എടുത്തത് വേണം എന്നോട് പറഞ്ഞ് അവരെ സഹായിക്കാൻ വേണമെങ്കിൽ നമുക്കവരോട് പറഞ്ഞ് അവർ ചെയ്ത്. എന്നാൽ ആരെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ, മനുഷ്യരെ കൊണ്ട് സഹായിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലാണ് ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിൽ അതിൻ്റെ 8, 9, 10 വാക്യങ്ങളിൽ, ഈ 11 വാക്യങ്ങളിൽ താനതേക്കുറിച്ച് വളരെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ആശ എന്നുള്ളത്, ആരിലാണ് ആശ വെച്ചിരിക്കുന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു, ആശയിൽ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇവിടെ പറയാണ് ആശയിൽ അവിടെ ആദ്യം ചെന്നപ്പോൾ പ്രസംഗിക്കാതെ അവരെ അയച്ചത് അവിടെ വലിയ കഷ്ടതയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ദൈവം അവിടെ അന്തരം തുടക്കമിടാതെ അവരെ അയച്ചത്. എന്നാൽ പിന്നീട് അത് അവിടെ ചെയ്യേണ്ട എല്ലാ ശുശ്രൂഷയും ചെയ്ത ശേഷമായി പൗലോസ് അപ്പോസ്തലന്റെ 3-ാം മിഷനയാത്രയുടെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് താൻ അവിടെ ശക്തമായ പ്രവർത്തനം തുടങ്ങി. അതോട് പിന്നീട് താൻ ആസിയിലേക്ക് പോയിട്ടില്ല, ഇത് മടങ്ങി പോയിട്ടില്ല. അപ്പം ദൈവത്തിനറിയാം ഒരു സ്ഥലത്തെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിരാശപ്പെട്ടു പോകുമെങ്കിൽ നമ്മൾ ആരാളിലും വൈകിട്ടോട്ട് പോകും. അതുകൊണ്ടാണ് ചില കാര്യങ്ങളെ ദൈവം വേഗത്തിൽ തുടങ്ങാതെ മറ്റൊരു വഴിക്ക് പറഞ്ഞു വിടുന്നത്. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. കാരണം ഇത് ഇച്ചിരി കട്ടിയുള്ള വിഷയമാണെങ്കിൽ അത് ഏറ്റെടുത്താൽ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്, നടത്തും, പക്ഷേ പ്രയാസമാകുമ്പോൾ, വളരെ പ്രതിസന്ധിയാകുമ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള പ്രയാസം വരും. അതുകൊണ്ടാണ് ദൈവം ആദ്യം അവരെ അവിടെ ഉപയോഗിക്കാതെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിച്ച് തിരിച്ചു വന്നിട്ട് 3-ാമത്തെ മിഷനയാത്ര അവസാനമായിട്ടാണ് ദൈവം ഉപയോഗിച്ചത്. ആ സഭകളെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആസിയിലെ പ്രവർത്തനം വളരെ സങ്കീർണമായിരുന്നു, വളരെ പ്രതിസന്ധിയുള്ളതായിരുന്നു. കാരണം അന്നത്തെ ലോകത്തിൻ്റെ ക്ഷേത്രപാലക അല്ലെങ്കിൽ വലിയ അർത്തിമീസ് ദേവിയുടെ ലോകം മുഴുവനും ആചരിച്ചു പോകുന്ന വലിയ കുടിയിരിപ്പ് ശക്തികളുള്ള ദേശത്ത് അവിടെ വേഗത്തിൽ ചെന്നൊരു തുടങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം അവിടെ അതിനുള്ള അണ്ടർഗ്രൗണ്ട് വർക്കുകൾ, മറ്റുള്ള സ്ഥലങ്ങളിൽ സുവിശേഷമറിയ സഭകളുണ്ടായി, പ്രാർത്ഥിക്കുന്നവരെ എഴുന്നേൽപ്പിച്ച് അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയ ശേഷമാണ് ദൈവം ചെയ്തത് ഇവിടെ ആസിയിലേക്ക് അവിടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കിയത്. നമുക്കറിയാം, ഒരു ചെറിയൊരു മുറിവാണെങ്കിൽ പെട്ടെന്ന് വെച്ച് കെട്ടി തുന്നി കെട്ടിവിടാൻ പറ്റും. വലിയൊരു കാര്യമാണെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വേഗത്തിൽ വിടത്തില്ല. അതിന് പിന്നെ അപ്പോയിൻമെൻറ്റ്, വലിയ കാര്യങ്ങളാണ്. കാരണം അത് സമയമെടുക്കും അതിന് വേണ്ടി ചെയ്യാൻ. ഞാൻ പറഞ്ഞത്, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ ദൈവം അത് മുന്നമേ കാണാം. ഏതൊരു കാര്യത്തിൻ്റെയും ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അവനാണ് തൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ചിലതിനെ വിലക്കുന്നത്, ദൈവനെ മുടക്കുന്നത്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് അപ്പോൾ ചെയ്യാൻ കഴിയാതെ തന്നെ മാറ്റിവിടുന്നത്. അങ്ങനെ തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കപ്പെടത്തില്ല എന്നത് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ചില കാര്യങ്ങളിലേക്ക് മാറ്റിവിടുന്നത്. അപ്പം നമുക്ക് വേദനയും പ്രശ്നമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ആഗ്രഹിച്ചല്ലോ, ആസിയിൽ പ്രസംഗിക്കാൻ പോയത്, പക്ഷേ അവിടെ നടന്നില്ല, മാറ്റിവിട്ടു. അതുകൊണ്ട് അവർ പോയിട്ട് അവിടുത്തെ പ്രവർത്തനം ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എവിടെയാണ് പ്രതിസന്ധി കൂടുതൽ തുടങ്ങിയിട്ട് അത് പെട്ടെന്ന് ഓടി നിരാശപ്പെട്ടു പോയൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നിന്നുപോകും. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ്
ദൈവം അവരെ അവിടെ നയിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഇത് വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ആസി ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതിനർത്ഥം ഇവിടെ പ്രവർത്തിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച പോലല്ല അവിടുത്തെ ശക്തി, അവിടുത്തെ ദുഷ്ടശക്തി അത്രമാത്രം പ്രബലമായിരുന്നു. അപ്പോൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് ജീവിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ മരിക്കേണ്ടി വരും എന്നുള്ളൊരു നിലവാരത്തിലുള്ളൊരു സ്ഥലമാണ് ആസിയ. അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു എന്ന് പറയുന്നു. അപ്പം നമുക്ക് ഭാരമില്ലെന്നോ ഭാരപ്പെടണമെന്നോ ഒക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഒരു വിഷയം കടന്നു വരുമ്പോൾ അത് സഹിക്കുന്നവനറിയാം എൻ്റെ ബുദ്ധിമുട്ട്. മറ്റുള്ളവർക്ക് നീ ഭാരപ്പെടണ്ട, നീ സഹിക്കണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ പറയും. പക്ഷെ അത് പറയുമ്പോൾ ഈ ഭാരപ്പെട്ടിരിക്കുന്നവന്റെ മനസ്സിൽ അവരതിനെ താങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവൻ പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നത്. നമുക്കതേ പറയാൻ പറ്റുള്ളൂ. ഭയപ്പെടേണ്ട കേട്ടോ, ഭാരപ്പെടേണ്ട, ആശ്വാസം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് പക്ഷേ അവന്റെ ഭാരം മാറ്റുവാനാണ് നാം ആശ്വാസമാക്കി പറഞ്ഞത്. ഇവിടെ അത്യന്തം ഭാരപ്പെട്ടു ഞങ്ങൾ ശക്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ ആ ഒരു അകത്തൊരു ആ ഒരു ആശയുടെ ശക്തിയുണ്ട്, അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു കിരണമുണ്ട്. അതിനെ മീതെ ഞങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങൾ മരിക്കേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു. ഇതെന്ന് പറഞ്ഞാൽ ഈ കൈവിടപ്പെട്ടു പോയി എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ആസിയിൽ ഉണ്ടായി എന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവർത്തനം അത് അങ്ങനെ വലിയ കാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആയിരുന്നു എന്നുള്ളത് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ, കാരണം അത് അത്രമാത്രം പ്രതിസന്ധികളുള്ള സ്ഥലമായിരുന്നു അത്. ഇന്നലെ വിരുദ്ധ വിചാരിച്ചെന്നറിയാമോ, ഈ അങ്ങനെ വരികയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ, അവര് വിചാരിച്ചു ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ വിരുദ്ധെന്നറിയാമോ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. അതിനർത്ഥം ഇതിൻ്റെ മാക്സിമം വരിക, നെഗറ്റീവ് മാക്സിമം ഏത് വിഷയം നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാശയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ദൈവമക്കളെ ഈ ഭൗതിക വിഷയത്തോട് ബന്ധത്തിലൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറുഭാഗം കൂടി ഒന്ന് കാണണം, എങ്കിൽ മാത്രമേ പിടിച്ചേക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവർ മനസ്സിലാക്കി ഇതിനി വന്ന് പ്രതിസന്ധി ഉണ്ടായി, കൂടി വന്നാൽ മരിക്കും, പക്ഷേ മരിക്കേണ്ടി വന്നാലും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാണ് ആശ്രയിക്കുന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പുറത്തെ സകല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ആയപ്പോൾ ഇവർ മരിപ്പാൻ ആഗ്രഹിക്കുകയല്ല ചെയ്തു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. നിരാശ വന്നു കഴിഞ്ഞാലാണ്, നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തി, നിരാശ തോന്നുമാറെന്ന് പറഞ്ഞുള്ളൂ, നിരാശപ്പെട്ടു പോയില്ല. പക്ഷെ ഈ നിരാശ തോന്നിയപ്പോൾ അവരുടെ ഉള്ളിൽ അവർ മനസ്സിലാക്കിയത് നീ മരിക്കും, മരിച്ചാലും ശുശ്രൂഷ തികപ്പിക്കുവാൻ വേണ്ടി ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമെന്ന് അവർ ചിന്തിച്ചു. ഇവിടെ ഏതെങ്കിലും വിഷയം കൈവിടപ്പെട്ടു പോയി, അത് നെഗറ്റീവായി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിപരീതമായി പോയാലും ഇത് പറയുകയാണ്, അങ്ങനെ പോയാൽ പോലും ഞങ്ങളുടെ ശുശ്രൂഷ തയ്ക്കാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ശുശ്രൂഷ തയ്ക്കാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ മരിക്കേണ്ടി വന്നാലും, ഞങ്ങൾ ഇവിടെ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഉയർപ്പിക്കും. അതാണ് ആശയ്ക്ക് മീതെ ആശയോടെ വിശ്വസിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം അബ്രഹാം, സാറ, അവരുടെ ജീവിതത്തിൽ അവര് ആശയ്ക്ക് മീതെ ആശയോടെ എന്ത് ചെയ്യുന്നു, അവര് വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവർക്ക് അറിയാം ലഭിക്കത്തില്ല എന്നുള്ളത് അവരുടെ മനസ്സിലറിയാം, ലഭിക്കത്തില്ല, ഭൗതികമായിട്ട് നോക്കുമ്പോൾ ലഭിക്കുകയില്ല. എന്നാൽ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഇനി അങ്ങനെ ലഭിക്കുകയില്ല എന്നുള്ളതാണെങ്കിലും, അത് സാധ്യമല്ല എങ്കിലും അതിന് വിരോധമായിട്ട് അതെന്ത് ചെയ്തു, ആശയോടെ വിശ്വസിച്ചു. ഇവിടെ തന്നെയാണ് അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ട ഈ പൗലോസും പറയുന്നത്. അവന്റെ പിതാവ് അങ്ങനെയായിരുന്നു.
അത് കാണിച്ച് മാതൃക എങ്ങനെയായിരുന്നു. ഇത് അവിടെ അപ്പോസ്തല പ്രവൃത്തി റോമർക്ക് ലേഖനത്തിൽ പറഞ്ഞുകൊണ്ട് 4-ാം അധ്യായം 8-ാം വാക്യം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതേക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലേഖനം എഴുതുമ്പോൾ ആശയം സന്തോഷിപ്പിക്കുന്നു പറയുമ്പോൾ വെറുതെ എഴുതുകയല്ല, തൻ്റെ ജീവിതത്തിന് അനുഭവത്തിൽ നിന്ന് രേഖപ്പെടുത്തിയതാണ്. അപ്പം അതിനുള്ള കാര്യങ്ങൾ പൗലോസിന് അറിയാം. തൻ്റെ പിതാമകനായിരിക്കുന്ന അബ്രഹാമൊക്കെ അങ്ങനെ വിശ്വസിച്ചവരാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അതിന് മീതെ അവർ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ 14-ാം വാക്യം, നിന്റെ സന്തതി ഇവന്നും ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് പറഞ്ഞത് ദൈവമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്വപ്നം ദർശനം തന്നിട്ടുണ്ടെങ്കിൽ നല്ലത് അത് കണ്ടിരിക്കുന്നതൊക്കെ നിവൃത്തിയാകുക തന്നെ ചെയ്യും. എന്തെങ്കിലും മോശമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിപരീതമായിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയും നാം പ്രാർത്ഥിക്കും. അല്ല, കാണുന്നെല്ലാം നടക്കണമെന്നല്ല. നമുക്ക് വിപരീതമായി കണ്ടിട്ടുള്ളത്, ദോഷകരമായിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന പറഞ്ഞ കർത്താവേ, ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ അറിയുന്നത് അത് ദോഷമായി എനിക്കോ എൻ്റെ തലമുറയ്ക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ സംഭവിക്കാമെന്നുള്ളതാ കാണുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ അത് ദോഷമായി ഭവിക്കാതെ, കാണിച്ചത് സംഭവിക്കാതെ അതിനെ മാറ്റിക്കളയണം, ഇല്ലാതാക്കിക്കളയണമേ എന്ന് പറയാം. ഇവിടെ അബ്രഹാം ഇവിടെ വിശ്വസിച്ചത്, അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു, ദൈവമല്ലേ പറഞ്ഞത് ഞാൻ എന്റെ ബഹുജാതികൾക്ക് പിതാവാക്കാമെന്ന്. അപ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രായം കൂടിപ്പോയി സാധ്യതകളൊക്കെ മങ്ങിപ്പോയാൽ സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായതും തന്റെ ശരീരം നിർജ്ജീവമായി പോയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. പറഞ്ഞു, ഈ വാക്തത്വം പറഞ്ഞ വാക്കുകളെ മുറുകെ അങ്ങ് പിടിക്കണം. അവൻ മരിച്ചൊരു ദൈവമല്ല, ജീവനില്ലാത്ത ദൈവമല്ല. ഇവിടെ അബ്രഹാമിനെ അറിയാമായിരുന്നു, സർവശക്തിയുള്ള ദൈവത്തെയാണ് അവൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവന് സകലവും കഴിയുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് എല്ലാം നിർജ്ജീവമായിപ്പോഴും എല്ലാം ഒന്നും അവന് സാഹചര്യത്തിന് അനുകൂലമല്ലെങ്കിലും അവരുടെ ശരീരം നിർജ്ജീവമായി പോയതും സാറ ഒരു ഗർഭപാത്രം നിർജ്ജീവമായത് ഗ്രഹിച്ചു. അറിവില്ലാത്തവരായിരുന്നു, അറിയാമായിരുന്നു, തിരിച്ചറിവുണ്ടായിരുന്നു, നടക്കത്തില്ല എന്നുള്ളത് അറിയാമായിരുന്നു. എന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഭൗതികമായിട്ട്, നിയമപരമായിട്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അത് നടക്കത്തില്ല എന്ന് വിധി എഴുതിയ നമുക്കറിയാവുന്ന കാര്യത്തെ, അല്ലെങ്കിൽ ഈ രോഗം മാറത്തില്ല, അല്ലെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടത്തില്ല, ഈ കടം മാറത്തില്ല, ഈ വിഷയത്തിന് പരിഹാരമില്ല എന്ന് പലപ്പോഴും നമുക്കറിയാം. അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അത് യാഥാർത്ഥ്യം അതാണ്. ലോകപരമായിട്ട് അതിന്റെ യാഥാർത്ഥ്യം അതാണ്. അവർക്കത് സംഭവിക്കത്തില്ല എന്ന് അങ്ങനെ വരുമ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്നിട്ട് ഇത് നിങ്ങൾ വരുമ്പോൾ ഈ ആശയൊക്കെ ഉണ്ടെങ്കിലും ശരീരം നോക്കുമ്പോൾ, സാറയെ നോക്കുമ്പോൾ, അന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ഇത് നടക്കത്തില്ല എന്നുള്ള അവരുടെ ആശയ്ക്ക് വിരോധമായിട്ട് ഉയരുന്ന അത് വന്നപ്പോൾ അതിനെ അതിജീവിച്ചവർ വിശ്വസിച്ചു. അതിനെയാണ് ദൈവം നീതിയായി കണക്കിട്ടവർക്കത് അതിത്ര ചെയ്തുള്ളൂ. പിറുപിറുക്കാൻ പോയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നടന്നാലും നടന്നില്ലേ ദൈവത്തിന് വിരോധമായി പിറുപിറുക്കരുത്. ദൈവത്തിന് വിരോധമായി പിറുപിറുക്കരുത്. ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ. എവിടെയാണ് ഒന്നാമത്തെ പിറുപിറുപ്പുണ്ടായെന്നറിയാമോ? പിറുപിറുപ്പോട് തുടങ്ങിയെന്നറിയാമോ? വലിയ അത്ഭുതം കണ്ടുകൊണ്ട് തന്നെ പിറുപിറുക്കാൻ തുടങ്ങിയത്. എല്ലാത്തോളം അവരെ കാണപ്പെട്ടത് പിറുപിറുപ്പുണ്ടായിരുന്നു. ആരാ പിറുപിറുപ്പെന്ന് അറിയാമോ? ആരാ പിറുപിറുക്കുന്നു? പിറുപിറുപ്പുകാരാരാകുന്നത്? വിശ്വാസമായിട്ടുള്ള ഒരാൾ പിറുപിറുപ്പെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പിറുപിറുപ്പുണ്ടാകാൻ കാരണം എന്താണെന്നുള്ളത് യെശയ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം അതിന്റെ അവസാന വാക്യത്തെ, ഇതെല്ലാം ഒരുമിച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം ഒന്ന് എടുത്തു പോകുന്നത്. നമ്മളെ വിശുദ്ധീകരിക്കും. യെശയ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം
24 വാക്യത്തിൽ മനോവിഭവമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. ഈ ഉപദേശം അറിയാത്തവർക്കാണ് പിറുപിറുപ്പുണ്ടാകുന്നത്. പറഞ്ഞാൽ വചനം അറിയത്തില്ല, സത്യം അറിയത്തില്ല, ദൈവമാരാണെന്നുള്ളത് അറിയത്തില്ല, അവരാണ് പിറുപിറുക്കുന്നത്. ഈ വചനം അങ്ങ് യഥാർത്ഥമായ ദൈവം പറഞ്ഞ ഉപദേശങ്ങളെ മനസ്സിൽ വയ്ക്കുന്നവർക്ക് പിറുപിറുപ്പുണ്ടാകത്തില്ല. ഞാനത് തെളിവിലേക്ക് കൊണ്ടുവരാം. ഈ മനോവിഭവമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കണം. ജ്ഞാനം ഗ്രഹിക്കുകയും മനോവിഭവം എന്ന് പറഞ്ഞാൽ മനസ്സ് പേടിച്ച് അവർക്ക് ജ്ഞാനമുണ്ടാകണം. എന്താ ജ്ഞാനം? എന്താ? യഹോവ ഭക്തിയാണ് ജ്ഞാനം. ദൈവത്തിന്റെ ഭക്തി, ദൈവത്തിന്റെ ജ്ഞാനം എന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ പ്രകടിപ്പിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന് ജ്ഞാനം എന്ത് ചെയ്യും? അത് ഓവർകം ചെയ്യും. അതിനെ എന്ത് ചെയ്യും? മറികടക്കും. അന്നേരം മനോഭാവം മാറുവാൻ ഇടയാത്തരും. അത് നമ്മൾ അതാ പറഞ്ഞ് ബുദ്ധിക്ക് മീതെ നാ പറഞ്ഞിരിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നിലപോലെ ക്രിസ്തുയേശു കാക്കെന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചൂടായി പോകും. ശരീരം പെട്ടെന്ന് ചൂടാകും. ഇങ്ങനെ ഉള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശരീരത്തിൽ രക്തം ചൂടായ അനുഭവം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വിഷയമെല്ലാം എനിക്ക് പ്രതികൂലമാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ട് രക്തം ചൂടായ നിമിഷം ഉണ്ടായിട്ടില്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. ആ വിഷയം കേട്ട് വല്ലാതെ നമ്മൾ വല്ലാതെ ശരീരം ചൂടായി പോകും. ആ പ്രതിസന്ധി കേൾക്കുമ്പോൾ വലിയ പക്ഷേ ആ സമയത്ത് തണുപ്പിക്കുന്ന ദൈവാത്മാവിന്റെ ആശ്വാസത്തിന്റെ കാറ്റ് നമ്മുടെ അകത്ത് വരുമ്പോഴാണ് ഈ ചൂടൊന്ന് ഇല്ലാതാകുന്നത്. ദൈവത്തിന് ഇന്ന് പരസ്യം സ്തോത്ര ഉപവാസത്തിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതെ, ഈ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തയ്ക്കും അറിവിനൊക്കെ വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അങ്ങ് തകർന്നു പോകും. ചൂടായിട്ട് രക്തം ചൂട് പിടിക്കും, BP കൂടും, എല്ലാം കൺട്രോളാകും. ഇത് അറിവുള്ള കഥാവ് എൻ്റെ ആ സമയത്താണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവിളിയും അപ്പോൾ എന്ത് കൺട്രോൾ ചെയ്യും. അല്ലേ? ജീവിതത്തിൽ എങ്ങനെയുണ്ട്? നമ്മളാരും ഇങ്ങനെ വിഷയങ്ങളിലൂടെ കടന്നു പോകാത്ത എല്ലാവരും പോയിട്ടുള്ളവരാണ്. അല്ലേ? ഇത്രയെല്ലാം വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ ജ്ഞാനമാണ്, ദൈവഭക്തി, ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഉടനെ പറയും, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും താഴെ വീഴുകയും. ഇതുവരെ നീ ഇപ്പൊ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ അത് ലോകപരമായിട്ട് നോക്കിയാൽ അല്ലെങ്കിൽ സാഹചര്യം നോക്കിയാൽ അത് തീർന്നു പോകുന്നതാണ്, ഇല്ലാതെ തീരുന്നതാണ്. പക്ഷേ ദൈവത്തിന് ജ്ഞാനം ഗ്രഹിക്കുന്നതായതുകൊണ്ട് നമുക്കതിനകത്ത് മനോവിഭവത്തിൽ നിന്ന് മാറ്റം വരുവാൻ. അത് അതുകൊണ്ടാണ് ഒരിക്കലും നമുക്കറിയാം മനോവിഭവം ഉണ്ടായിട്ട് രാജാക്കന്മാരുടെ യാത്ര മാറിപ്പോയിട്ടുണ്ട്, പേടിച്ചു പോയിട്ടുണ്ട്. അത് ദൈവം വരുത്തിയതാണ്. അവര് അന്നേരം അങ്ങോട്ട് പോകും. ഇവിടെ യുദ്ധം ചെയ്യാതെ മനോവിഭവം ഉണ്ടായി. വാർത്ത കേട്ടപ്പോൾ ചില കാര്യങ്ങൾ കേട്ട് മനോവിഭവം ഉണ്ടായപ്പോൾ രാജാവ് പെട്ടെന്ന് യുദ്ധം ചെയ്യാൻ പക്ഷേ അത് അങ്ങോട്ട് എത്തുന്നത്. ഞാൻ പറഞ്ഞത് വിപ്ലവങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകട്ടെ വിചാരിച്ച രാജാവിനെയാണ് പേടിപ്പിച്ച് ദൈവം അയച്ചത്. മനോവിഭവം ഉണ്ടായി, ദൈവം അയച്ചു, പേടി അയച്ചു. എന്നാൽ പല കാര്യങ്ങളിൽ വിഷമിച്ച് മനോവിഭവത്തോടെ നിൽക്കുന്നത്, ആലോചിക്കാൻ കഴിയാതെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന പല വാർത്തകളും പല വിഷയങ്ങളും കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനും നിങ്ങൾ പാടിയ പാട്ടുകളും നമ്മൾ വായിച്ച വചനങ്ങളും ദൈവത്തിന്റെ ദാസന്മാരിലൂടെ കേട്ട വാക്കുകളും വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം പമ്പ് ചെയ്യും. അതാണ് ദുഷ്ട ചിന്തകൾ, മറ്റുള്ള പല കാര്യങ്ങളും വന്ന് നാശമല്ലെങ്കിൽ എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകളെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ദുഷ്ടം കൊണ്ടിടുന്ന നമ്മുടെ മനസ്സ് കലക്കാൻ വേണ്ടി, വിഭവിക്കാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം, അത് ദൈവത്തിന്റെ ഭക്തിയുള്ള ആ ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ചെയ്യും. ഹൃദയത്തിന്റെ മാംസപ്പലയിൽ എഴുതപ്പെട്ടിരിക്കുന്ന അത് രക്തത്തിലേക്ക് അലിയുമ്പോൾ നമ്മുടെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നാം നിലനിന്ന് പോകുന്നത്. അപ്പോൾ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. ഈ ഉപദേശം കിട്ടാത്തതെന്നാണ് പിറുപിറുപ്പുണ്ടാകുന്നത്. ഇങ്ങനെ പിറുപിറുപ്പുണ്ടാകാൻ കാരണം ഇത് എല്ലാം എതിരായി തീരുമ്പോഴാണ്. ഒരു അബ്രഹാമിനും സാറായ്ക്കും പറയാം, എല്ലാവരും വിധിച്ചതാണ്. അതുകൊണ്ട് ലോകത്തിന്
കുഴപ്പമില്ല, മറ്റുള്ള കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ നിന്നെ വിളിച്ചിറങ്ങിയിട്ട് എനിക്ക് എന്ത് പ്രതിബന്ധമെന്ന് ചോദിച്ചു. പക്ഷെ പിറുവിറുക്കാൻ പോയില്ല, ഒരു കൂടാരത്തിൽ പിറുവിറുത്തില്ല. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു ലഭിച്ചാലും ഇല്ലെങ്കിലും വാക്ക് പറഞ്ഞത് മാർഗം മാറാത്തവനാണ്. അവന് പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ ബുദ്ധിക്ക് മീതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അതിന്റെ ജ്ഞാനം അപ്രമേയമാണ്. അത് ശാസ്ത്രത്തിനോ മനുഷ്യന്റെ ബുദ്ധിക്കോ ഒതുങ്ങുന്നതല്ല. ദൈവത്തിന്റെ ജ്ഞാനം അപ്രവൃത്തം. അത് പറയാൻ കഴിയത്തില്ല. അബ്രഹാമിന് അറിയാമായിരുന്നു, സാറയ്ക്ക് അറിയാമായിരുന്നു. അത് ദൈവം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു അതിശയം സംഭവിക്കുമെന്ന് അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് ഈ പകൽ സമയവും ദൈവാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയോട് സംസാരിക്കുകയാണ്. അതായത് നെഗറ്റീവായിട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് അതിൽ ജയമെടുക്കണം. അതിനെയാണ് ഇവിടെ രേഖപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് പ്രതികൂലങ്ങളാണ്, എല്ലാം നമുക്ക് എതിരാണ്, എന്നും നമുക്ക് അനുകൂലമല്ല. എങ്കിലും ദൈവത്തിന്റെ ജ്ഞാനം അറിയാവുന്നവർക്കറിയാം, ദൈവത്തെ ഭയപ്പെടുന്ന ജീവിതങ്ങൾക്കറിയാം, അതെനിക്ക് വിപത്തായി വരികയില്ല, അവിടെയും എനിക്കത് നന്മയ്ക്കായി കൂടിയാതിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് കഥാവായിക്കുന്നത്. നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുള്ളൂ. ദൈവമക്കളെ, നാം മുന്നേറ്റകാലം വിളിക്കപ്പെട്ട ഒരു കഥാവിന്റെ വേലിക്കുന്ന ദൈവത്തെ കുറിയാൽ കഥാവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് താമസമുണ്ടാകും. ഇതാണ് വാക്തത്വം ലഭിച്ചു, പക്ഷേ മക്കളെ കിട്ടിയില്ല. ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് അബ്രഹാമിന് മക്കളെ കൊടുക്കാതെ ഇതിന്റെ കാരണത്തെ കുറിച്ച് പറഞ്ഞ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത് എന്താണെന്നുള്ളത്? ദൈവത്തിന് കൊടുക്കാമായിരുന്നു, ദൈവത്തിന് മറ്റവർക്ക് കൊടുത്ത സമയത്ത് അബ്രഹാമിന് തലമുറ കൊടുക്കാമായിരുന്നു. കൊടുക്കാതിരുന്നതിന്റെ കാരണം ഇവർ പോകുന്ന സ്ഥലങ്ങളെല്ലാം ദുഷ്ടതയുള്ള സ്ഥലങ്ങളാണ്. അവിടെ സുന്ദരിമാരായിരിക്കുന്ന സ്ത്രീകളെയും കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നു കളഞ്ഞിട്ട് അവരുടെ ഭാര്യ എടുക്കുന്ന പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകണം. അപ്പം അതുകൊണ്ട് പെങ്ങളാണ് സഹോദരിയാണെന്ന് പറഞ്ഞ് ഉള്ളതുകൊണ്ടാണ് അവന് മക്കളെ കൊടുക്കാതെ. നമുക്കത് സംഭവം പല ഭാഗം പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അബ്രഹാമിന് കലാൻ ചെയ്ത് അതിനുപാട്ട് കൊന്നുകളയും. പല സ്ഥലങ്ങളിലും സുന്ദരിയായ സാറായെ നമുക്കറിയാം കൊണ്ടുപോകും. ഇപ്പം നമ്മൾ ചോദിക്കുന്ന ദൈവത്തെ തടഞ്ഞാൽ പോലെ ദൈവം അതല്ല. ആ സാഹചര്യത്തിൽ അങ്ങനെ പോകുമ്പോൾ ഒരു മക്കളെ കൊണ്ടാ പോകുന്നെങ്കിൽ ഒരു കൊച്ചിന് കയ്യിലുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് പോകുകയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. അബ്രഹാമിന്റെ എവിടെയും പറയാൻ എൻ്റെ സഹോദരിയാണല്ലോ. അത് ഒരു പറഞ്ഞു കഴിയുമ്പോൾ സഹോദരി തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് മക്കളെ കൊടുക്കാതിരുന്നത്. കാരണം അവിടുത്തെ ദേശം വളരെ മോശകരമായ, അങ്ങനെ യാതൊരു ദയം കാണിക്കാതെ ഒരു പരദേശികളായിട്ട് പ്രയാണം ചെയ്തു പോകുമ്പോൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെ. അതുകൊണ്ടാണ് അബ്രഹാം തന്നെ പല സമയങ്ങളിലും അത് രക്ഷപ്പെടുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ചില താമസങ്ങൾ വരുന്നത് ദൈവത്തിന് അറിയാം, അത് അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അനുഗ്രഹത്തെക്കാൾ അത് ദോഷമായി തീരുമെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ യഥാർത്ഥമായ വിശ്വാസം പിറുവിറുക്കാത്തത്. ഇന്ന് പകൽ സമയം ചില പിറുവിറുപ്പിന്റെ അവസ്ഥയെ ദൈവം മാറ്റുകയാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ അങ്ങനെ സഹായിച്ചല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, എന്നിട്ടും എനിക്കെന്താ ഇങ്ങനെ എന്നുള്ളത്. ഞാൻ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആർക്കും ദോഷം ചെയ്തതിനൊക്കെ നമുക്ക് നിരത്തി വെക്കാൻ സാധിക്കും. പക്ഷെ അതൊക്കെ വരുമ്പോൾ വിചാരിച്ചാൽ മതി പിറുവിറുപ്പ് തുടങ്ങിയെന്നുള്ളത്, നമ്മൾ പിറുവിറുക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത് എന്നറിയാമോ, ഒക്കെ മാറ്റിയിട്ട് ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസക്തിപ്പെട്ടു. ഞാൻ ഒരിക്കലും ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു പിറുവിറുപ്പ് കൊടുക്കാത്ത ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടോ? ഇതുവരെ പിറുവിറുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ പിറുവിറുത്തിട്ടുണ്ട്, ഞാൻ സമ്മതിക്കും. നമ്മൾ കമ്പയർ നോക്കുമ്പോൾ മറ്റുള്ളവർ തെളിവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പിറുവിറുക്കും. അതങ്ങനെ ഇല്ലല്ലോ, കിട്ടിയില്ലല്ലോ, നമ്മൾ വിചാരിക്കും എന്താണ് കിട്ടാത്തത്. പിറുവിറുപ്പുണ്ടാകും. ഈ പിറുവിറുപ്പുണ്ടാകുമ്പോൾ അതിനെ ധർമ്മം ചെയ്യണമെങ്കിൽ മനുഷ്യരാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്കാർക്കും എല്ലാവരും പിറുവിറുത്തിട്ടുണ്ട്, നന്നായി പിറുവിറുക്കുന്നവരാണ്. പക്ഷേ കൃപയാൽ ഈ ദൈവത്തിന്റെ ഉപദേശം കിട്ടുന്നതുകൊണ്ടാണ്
പിടിച്ചു നിൽക്കുന്നത് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ടാണ് ദൈവത്തിന് ഉപദേശം വരുമ്പോഴത്തേക്ക് മനസ്സിലാകും പ്രയോഗമൊക്കെ മാറും. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടുന്നതുകൊണ്ട്, ഉപവാസപ്രാർത്ഥനയ്ക്ക് കൂടുന്നതുകൊണ്ട് ദൈവം നമ്മളെ ചികിത്സിക്കുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യും. നമ്മൾ ഉപവാസപ്രാർത്ഥന കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടത്തി ചികിത്സിക്കുന്നതാണ് ഉപവാസപ്രാർത്ഥന. 2-3 ദിവസമൊക്കെ ഉപവാസപ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് കിടത്തി ചികിത്സയാണ്. എന്ന് പറഞ്ഞാൽ ചില ഉപവാസപ്രാർത്ഥന ജസ്റ്റ് കൺസൾട്ട് ചെയ്ത് പരിപാടി പോയാൽ മതി. പക്ഷെ ചിലതൊക്കെ ചിലതൊക്കെ ആണെങ്കിൽ 40 ദിവസമൊക്കെ വേണ്ടി വരും അങ്ങനെ ഒരു ചികിത്സയ്ക്ക്. ചിലക്കൊക്കെ ഉപവാസപ്രാർത്ഥന 40 ദിവസം വെക്കുന്നത് അന്ന് ആശുപത്രിയോട് ഓപ്പൺ ചെയ്ത് ഇൻ പേഷ്യൻ്റായിട്ട് സാധാരണ ആഴ്ച വന്നിട്ട് പോയ ഔട്ട് പേഷ്യൻസ് അല്ല, അങ്ങ് അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കുന്നതിനാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. സാധാരണ ആരാധന എന്ന് പറഞ്ഞാൽ വന്നു, നമ്മൾ ആരാധിക്കുന്നു, അത് ഹോസ്പിറ്റലാണ്, വന്നു ചികിത്സിച്ചു പോയി, മരുന്ന് വാങ്ങിച്ചിട്ട് പോവുകയുള്ളൂ. പക്ഷെ അങ്ങനെ മരുന്ന് വാങ്ങിച്ചിട്ട് പോയാൽ സൗഖ്യമാകാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അവരാണ് ഉപവാസ പ്രാർത്ഥന 2, 3 അല്ലെങ്കിൽ 5 ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായ കാര്യം പിടികിട്ടിയല്ലോ. ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ കിടത്തി ചികിത്സിക്കണം. കിടത്തി ചികിത്സയുടെ സമയം വരുമ്പോഴാണ് നമ്മൾ ദീർഘമായിട്ടുള്ള ദിവസങ്ങൾ ഉപവസിക്കുന്നത്. ഞാൻ ദീർഘിപ്പിച്ച് പോകാനാകില്ല. ഇപ്പോൾ ഒരു വിഷയം എടുത്താൽ പിന്നെ അതിനോട് തന്നെ സംബന്ധിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് മറ്റു വിഷയം എടുക്കാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രവൃത്തി കണ്ട് വലിയ രീതിയിൽ നിന്നവരാണ് പിറുവിറുപ്പിനും പിറുവിറുക്കാൻ തുടങ്ങിയത്. ഇവിടെ പിറുവിറുപ്പ് തുടങ്ങിയത് എവിടെയാണുള്ളത്? അതിൻ്റെ 14-ാം അധ്യായം, പുറപ്പാട് 14-ാം അധ്യായം അതിൻ്റെ ഈ 11-ാമത്തെ വാക്യത്തിലാണ്. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കു ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്നുള്ളവർ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ തുടർമായിട്ടുള്ള ഭാഗത്ത് കാണുന്നത് ഇവരങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? മോശ ചോദിച്ചില്ല. അബ്രഹാമിന്റെ സന്തതിയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രകൃതിക്കാരായി പോയ കാരണം എന്താ? കാരണം എന്താ? യാക്കോബ് പ്രകൃതിച്ചില്ലല്ലോ, യോസഫ് പ്രകൃതിച്ചില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇസ്രായേലും പിറുപിറുത്തു പോയി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പിറുപിറുക്കാൻ കാരണമായിട്ടുള്ളത്? ഉപദേശമില്ലാത്ത രാജ്യത്ത് 400 സംവത്സരം ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ സ്വഭാവങ്ങളിലേക്ക് പകരപ്പെട്ടു. അബ്രഹാമും സാറയും ഒക്കെ കടന്നുപോയപ്പോൾ ദേശത്ത് അവർ മറ്റിടകലർന്നില്ല. ഈ 400 സംവത്സരത്തെ പരിചയം ദൈവത്തിന്റെ ഉപദേശം മാത്രം കേട്ട് വന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവരെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർ പിറുപിറുപ്പുകാരാകാതെ ഇരുന്നു എന്നാൽ അവരുടെ തലമുറ പിറുപിറുക്ക് പോകാൻ കാരണം അവരുടെ സാഹചര്യമാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെ സാഹചര്യമാണ്. ഉപദേശമുള്ള കൂട്ടായ്മയിലാണ് നിൽക്കുന്നെങ്കിൽ പിറുപിറുപ്പുണ്ടാകത്തില്ല. പക്ഷെ ഇവരെവിടെയാണ്? 4 തലമുറ വളർന്നെവിടെയാണ്? മിസ്രൈമില്ല. അവിടെ ദൈവത്തിന് ഉപദേശമില്ല. അതുകൊണ്ടാണ് ഈ ഉപദേശം കൈക്കൊണ്ടാൽ പിറുപിറുപ്പ് മാറുന്നത്. ജ്ഞാനമുണ്ടായെങ്കിൽ മനോഭാവം ഉണ്ടാകത്തില്ല. പേടിച്ച് അലറി നിലവിളിക്കാൻ കാരണം, സാധനത്തിനെ വിളിക്കാൻ കാരണം നമ്മൾ പല ചിന്തിച്ചിട്ടുള്ള ഒരു നിലവിളി കാണാനറിയോ? അവരതാ കണ്ടുപിടിച്ചത്. പക്ഷെ എന്നാൽ അങ്ങനൊരു അനുഭവം വരുന്ന സമയത്തും പിതാക്കന്മാർ അത് ചെയ്തില്ല. അവർ എഴുത്തോട് പറയും, എഴുത്തോട് അവരുടെ കൈകൾ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയും, ദൈവത്തിൽ കരങ്ങൾ പ്രാർത്ഥിക്കും. അവര് പേടിത്തൊണ്ടന്മാരായി ഇങ്ങനെ വിഭ്രമം കാണിച്ചിട്ടില്ല. കാരണം അവർക്ക് ദൈവഭയമുണ്ടായിരുന്നു, ദൈവത്തിന്റെ ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ടാക്കിയ എന്നാൽ ഈ ഇസ്രായേലാകുന്ന തലമുറ, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ തലമുറ ആ പിറുപിറുപ്പുകാരായി തീരാൻ കാരണം അവിടെ ജ്ഞാനമില്ലാത്ത, ഉപദേശമില്ലാത്ത മിസ്രൈമിലെ വാസമാണ് അവരെ അങ്ങനെയാക്കി തീർത്തത്. ഇപ്പം കാര്യം മനസ്സിലായല്ലോ. ഈ ഇവരിൽ കാരണമായി തീരാൻ കാരണം അവർ വളർന്നുകൊണ്ട് സാഹിത്യം ഉണ്ടായതുകൊണ്ടാണ്. ഇന്നത് മനസ്സിലായിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്താ ഇങ്ങനെയായി തീർന്നതെന്നുള്ളത് അല്ലേ. ഇതിലൂടെ വന്നപ്പോൾ ആകെപ്പാടെ ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. പഠിക്കുന്ന ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. അതിന് അവർ മോശയോട് മിസ്രൈമിൽ ഏറ്റവും 10-ാം വാക്യം പറയാൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രൈമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. യഹോവയോട് നിലവിളിക്കുക. പക്ഷേ
ഈ നിലവിളിക്കുന്നതോടൊപ്പം നിങ്ങൾക്കകത്ത് മനസ്സിനകത്ത് ഭീതി ഉണ്ടായി, മനോഭാവം ഉണ്ടായി. ഇവർ നിലവിളിച്ചു. കാരണം എന്താ പറയുകയാണ്, ഈ നിലവിളിച്ചപ്പോൾ തന്നെ ഇവരുടെ മിസ്ലിന്റെ സ്വഭാവം എടുത്തു, ലോകത്തിന്റെ സ്വഭാവം എടുത്തു. ദൈവമക്കളെ, നമ്മൾ ഇത്തരക്കാരല്ലേ അല്ലേ? ഭയങ്കര പ്രാർത്ഥനയൊക്കെ, ശക്തിയോടെ പ്രാർത്ഥനയൊക്കെ ഇവിടെ എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ലോകം കയറും, നിരാശ കയറും, പിന്നെ എന്ത് ചെയ്യും? വിറച്ചു പോകും. പിന്നെ ബോധം വിട്ട് വീഴാതിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്, അനുഭവമാണ്. ഇത് വളരെ സന്തോഷത്തോടൊക്കെ വന്നതാണ്. പക്ഷേ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ നിലവിളിച്ചു, ഏറ്റവും നിലവിളിച്ചു. എന്നിട്ട് അവരുടെ വിശ്വാസത്തോടെ നിരാശ അവരെ പിടിക്കാനിടയാത്തത്. നോക്കിയപ്പോൾ ശക്തിയുള്ള ഫറവോനെ കൂട്ടരെയും കണ്ടപ്പോൾ ആ കണ്ടവന്റെ സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ വന്നു. അതുവരെ അവർ കണ്ടതായിരുന്നു മിസ്രൈമിലെ പിറുപിറുപ്പും, മിസ്രൈമിലെ ഭക്തി ഉപദേശമില്ലായ്മയും, അവിടെ ഭക്തിയില്ലായ്മയും എല്ലാം കണ്ടു വളർന്ന ഇസ്രായേൽ അവരെ കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വീണ്ടും തലയുയർത്തുവാൻ ഇടയാത്തത്. ഇന്ന് ഈ പകൽ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ലോകത്തിലേക്കുള്ള ചില കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഭക്തി നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ ജീവിതത്തിലും കോട്ടം തട്ടുന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ ഉറപ്പുള്ളവരായിരിക്കണം. ധൈര്യപ്പെടെ ഇവരെ നോക്കിയപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഈ നോക്കിയ ആൾക്കാരെ കണ്ടപ്പോൾ ഇവര് മനസ്സ് പേടിച്ചു പോയി. അതുകൊണ്ടാണ് തോന്നുന്നു അവർ പറയുന്നത്, മരിക്കണമെന്നുള്ള ചിന്തകളിലേക്കൊന്നു നീ ഞങ്ങളോട് ഇസ്രായേലിൽ വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? മരിക്കുന്നതിനേക്കാൾ മിസ്രൈമിലേക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. പറഞ്ഞു മിസ്രൈമിലേക്ക് വേല ചെയ്യുന്നത് ഞങ്ങളിവിടെ മരുഭൂമി മരിക്കുന്നതിനേക്കാൾ ഒരു കാലത്ത് ഇനിയിപ്പോൾ തീർന്നു, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നുമില്ല, ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം തീർന്നു. കാരണം ഫറവോനാണ് വന്നിരിക്കുന്നത്, അവന് നമുക്കറിയാവുന്നതാണ്. അവൻ വന്ന് അടുത്തു കഴിഞ്ഞാൽ തീരും എന്നുള്ള രീതി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ നിലവിളിച്ചു. ആദ്യം ഇവർക്കുണ്ടായത് മനോവിഭ്രമം ഉണ്ടായി നിൽക്കുകയാണ്. എന്നാൽ ആ ജനതയെ, അവരുടെ മനസ്സിന്റെ വിഭ്രാന്തിയെ മാറ്റത്തക്കവണ്ണം ദൈവം തന്റെ ദാസനായിരിക്കുന്ന മോശയെ കരങ്ങൾ ഉപയോഗിച്ചു. ഇന്ന് പകൽ സമയവും മനോവിഭ്രാന്തി നിൽക്കുന്ന ആരെങ്കിലും, മനസ്സിന് വല്ലാതെ കുഴഞ്ഞ് എന്തെന്നറിയാൻ ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ശബ്ദം കേട്ടാൽ മതി. ദൈവം പറഞ്ഞു മോശയോട്, അല്ലിച്ച് നീ എന്നോട് നിലവിളിക്കുന്നത് മുൻപോട്ട് പോകുവാൻ ഇസ്രായേലിനോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടന്മേൽ. അത് നമുക്കറിയാം. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ഇവർക്ക് വേണ്ടി വഴി തുറന്നതിനെ കുറിച്ച് അറിയാം. എന്നാൽ ഇവര് 15-ാം അധ്യായത്തിൽ 14-ാം അധ്യായം 5-ാം അധ്യായം പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടെ മറുകര കടന്ന് ഇവര് പോകുമ്പോൾ ഇവർ കണ്ടത് ഈ ആശയോടെ വന്ന ദുഷ്ടന്റെ ആശ നശിച്ചു പോയത് അവർ കണ്ടതാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മളുടെ ദുഷ്ടന്മാരുടെ ആശ നമ്മളെ നശിപ്പിക്കണമെന്നുള്ളതാണ്. 112-ാം സംഗീതത്തിന് 10-ാം വായിക്കുമ്പോൾ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഇത് കണ്ട് അവനെന്ത് ചെയ്യും? പല്ല് കടിച്ച് ഉരുകി പോകുന്ന പറയുന്നത്. ദുഷ്ടന്റെ ആശ നശിവും, ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകി പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ സാത്താൻ വിചാരിക്കുന്നത് ഇതെല്ലാം അവൻ പല്ല് കടിച്ച് ഉരുകി പോവുകയാണ്. ഇത് പിന്നാലെ വന്ന ശക്തികളെ ദൈവം ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ ഈ ദുഷ്ടയ്ക്ക് വന്നത് അതിന്റെ 9-ാം വാക്യം, ഞാൻ പിന്തുടരിൽ പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എന്റെ വാളൂരും എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ശത്രു ഇത് പറഞ്ഞാൽ വരുന്നത്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്തുടരും, പിടിക്കും. റോണിങ്ങനെ ഇരുന്നപ്പോൾ കൊട്ടാരത്തിൽ വിചാരിച്ചു ഇവരെല്ലാം ഇറങ്ങിപ്പോയല്ലോ, മക്കൾ മരിച്ച ആദിജാതന്മാരെല്ലാം മരിച്ചതിന്റെ വിഷമമൊക്കെ മാറി. പെട്ടെന്ന് ഇവരുടെ മനസ്സിൽ തോന്നി ഇവരെ വിടാൻ പറ്റത്തില്ല, ഇവരെ വീണ്ടും അടിമപ്പാടിലേക്ക് മടക്കൊണ്ടുപോകണം എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് അവൻ പുറപ്പെട്ടത്. അവൻ വിചാരിച്ചു ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. അതെ, ദൈവത്തിന്റെ പ്രവൃത്തി മുഖാന്തരമായി വിടിവിച്ച് കിട്ടിയ ചില വിഷയങ്ങളിന്മേൽ ശത്രു പിടിമുറുക്കുവാൻ താൻ ചെയ്യുന്നുണ്ട്. അതെ, ദൈവം വിടിവിച്ചതാണ്, ഇവരെ വിടിവിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷെ ആ വിഷയത്തിന്മേൽ തന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ദൈവം വിടിവിച്ചു കൊണ്ടുവരുന്നവേ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വെളിയിൽ വരുമ്പോൾ അതിന് പോലും വിഘാതം നിൽക്കത്തക്കവണ്ണം ശത്രു പിന്തുടർന്നു വന്ന വിടിവിച്ച് പാട്ടുപാടിയ വിഷയത്തിന്മേൽ ശ്രദ്ധിക്കണം.
വിടുവിച്ച് പാട്ടുപാടി വിഷയത്തിന്മേൽ സാക്ഷ്യം പറഞ്ഞ വിഷയത്തിന്മേൽ പ്രതികൂലം വരുമ്പോൾ പതറിപ്പോകരുത്. സാക്ഷ്യം പറഞ്ഞതാ. അങ്ങനെ എത്രയോ സംഭവങ്ങളായിട്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പറഞ്ഞാണ് എന്നെ വിടുവിച്ചു, എന്നെ സൗഖ്യമായി. പിറ്റേ ആഴ്ചയിൽ അല്ലെങ്കിൽ ഉടൻ തന്നെ ആ സാക്ഷ്യം പറഞ്ഞ് ആ തീരുമാനം തന്നെ പ്രതികൂലം വരികയാണ്. ഇവിടെ പാട്ടുപാടി ഇവര് വളരെ സന്തോഷത്തോടെ ഇവര് പാട്ടൊക്കെ പാടി ഇവർ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് പ്രത്യാഘാതമാക്കി വരികയാണ്. അത് ദൈവം അനുവദിച്ചു കൊണ്ടിരുന്നതാ, നമുക്കെതിരെ വരുന്നതല്ല. അത് മനസ്സിലാക്കണം. ഈ ദൈവം വിടുവിച്ചതാണ്, ദൈവം വിടുവിച്ചതാ, മാറ്റം വരത്തില്ല. പക്ഷേ നമ്മളെ പതറിപ്പിക്കുവാൻ വേണ്ടി, നമ്മുടെ മനസ്സിനെ വിഭ്രാന്തി വരുത്താൻ വേണ്ടി നാം പറഞ്ഞ സാക്ഷ്യം, വിടുതലിന്റെ സാക്ഷ്യം, അത് അങ്ങനെയല്ലാതാകാൻ വേണ്ടി ശത്രു പിന്നാലെ വന്നാലും ഭാരപ്പെട്ടു പോകണ്ട, പ്രയാസപ്പെടണ്ട എന്ന് പകർത്തും ദൈവമെന്ന് പറയുക. അവൻ വന്നോട്ട്, അവന്റെ ആശ നിന്നെ പിടിക്കണമെന്ന, കൊള്ള പങ്കിടണമെന്ന, നിന്നെ വിട്ടയച്ചതാ, കുടുംബത്തെ വിട്ടയച്ചതാ, അത് തലമുറകളെ വിടുവിച്ചതാ. എന്നാൽ ഈ ദിവസങ്ങളിൽ അതിനെ പിടിക്കണമെന്നും അതിനെ വീണ്ടും മടക്കിക്കൊണ്ടുപോകണമെന്നും അവന്റെ ആശ അവരാൽ പൂർത്തീകരിച്ച് വാളൂരി കൊന്നുകളയണമെന്നുള്ള രീതിയിൽ വരുന്ന പൈശാചിക ആലോചനയുണ്ട്. അവനതിന് വരുമ്പോൾ ദൈവം അനുവദിച്ചു കൊടുക്കും. പട്ടുകാരി സാക്ഷ്യം പറഞ്ഞ് സന്തോഷത്തോടെ ഇവര് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഈ ശത്രു സൈന്യം ഇവിടെ പിന്നാലെ വന്നത്, ഞങ്ങൾക്കൊരാശയുണ്ട്, അത് നിന്റെ നാശമാണ്, നിന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ദുഷ്ടന്റെ ആശ കൊള്ള പങ്കിടണം, അവരെ നിഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കണം, മുടിച്ചു കളയണം. ദൈവത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കളെ മുമ്പോട്ട് വിടുകയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിൻപറ്റുന്ന മിശ്രമ ശക്തികളുണ്ട്, ആ പോരുകളുണ്ട്. അവരുടെ ആഗ്രഹം ഇല്ലാതാക്കാൻ വേണ്ടിയാ, നശിപ്പിച്ചു കളയാൻ വേണ്ടിയാ. ഇവിടെ ഈ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ പൂർത്തിയായി ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രുവുണ്ട്. വിചാരിച്ചത് ഈ പുരുഷന്മാരെ മുഴുവൻ കൊന്നുകളയണം, കുട്ടികളെയും പൈതങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുപോയി. അടുത്ത തലമുറ ജനിച്ചു വരുമ്പോൾ ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാകാത്ത വിധത്തിൽ അവരെ ശരിക്ക് കഷ്ടപ്പെടുത്തി അവന്റെ അടിമകളാക്കി നിർത്താനാണ് അവൻ ആഗ്രഹിച്ചത്. വാളൂരി കൊല്ലുന്നതാ പറഞ്ഞത്, മുഴുവനെ കൊന്നുകളയാനല്ല പ്ലാൻ ചെയ്തത്. ഇവന് പിടിച്ചുകൊണ്ട് പോകണം. പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അന്ന് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാത്തിനും കൊന്നുകളയും. അന്ന് ഇവന്മാര് ശക്തികൾക്ക് രക്ഷയില്ലാത്തവരാണ്. പുതിയ തലമുറ ഉണ്ടാക്കി അടിമത്തിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഇവിടെ വാളൂരി കൊല്ലുന്നു പറഞ്ഞിരിക്കുന്നത്. ശത്രു അങ്ങനെ പലവിധത്തിലാണ് ചിന്തിക്കുന്നത്. അവരെ പിടിച്ചുകൊണ്ട് പോകാനും ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ എന്ത് അവസരം ദൈവമെന്ന് പറയുക, നിന്റെ ആശ അവരാൽ പൂർത്തിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിൻപറ്റുമ്പോൾ എന്ന് ശത്രു പറഞ്ഞു. എന്നാൽ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ദൈവം സമ്മതിച്ചിട്ടാണ് ഇവൻ വന്നത്. ഇത് കണ്ടപ്പോഴാണ് ഇവര് ആകെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഭാരപ്പെട്ടെന്നാൽ ദൈവം അവരെ അവിടെ വിടുവിച്ചതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. പാട്ട് വന്ന ദൈവം, സാക്ഷ്യം പറഞ്ഞ ദൈവം, പറയിപ്പിച്ച ദൈവം അത് അങ്ങനെ തന്നെ നിർത്തുവാൻ വിശ്വസ്തനാണ്. കരമുയർത്തി സ്തോത്രം ചെയ്താട്ട് നാം പറഞ്ഞിരിക്കുന്ന വാക്കുകളും സാക്ഷ്യങ്ങളും നാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അത് നിന്നു പോകത്തില്ല, മാറിപ്പോകത്തില്ല. അതിന്റെ നിവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ, അതിൻ്റെതായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട്. ശത്രു സൈന്യം എത്ര പ്രബലപ്പെട്ട് പിടിക്കാൻ വേണ്ടി ആശയോടെ വന്നാലും ദുഷ്ടന്റെ ആശയെ ഇല്ലാതാക്കുന്ന ദൈവപുത്രന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഇന്ന് ഈ ഉപവാസത്താട്ട് യാചരിക്കുന്നു. എന്നിട്ട് ഇവര് വന്നു, എല്ലാം കണ്ടുകഴിഞ്ഞ് പാട്ടൊക്കെ പാടി പോയി കഴിഞ്ഞപ്പോൾ മാറായിലെ വിഷയം ഉണ്ടായി. അതിന്റെ രൂപം അങ്ങനെ 15-ാം അധ്യായത്തിലാണ്. മനോഭവം ഉണ്ടായത് കടൽ ചെങ്കലിനപ്പുറം വെച്ചാണ്. പുരുവിക്കുണ്ടായത് ചെങ്കലിന് അങ്ങേക്കര വെച്ചതിന് ശേഷമാണ്. രണ്ട് ഭാഗമാണ്. ഒന്ന് മനോഭവം ഉണ്ടായത് ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവിടെ ആപ്പാട് വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ചെങ്കലിന്റെ അങ്ങേ സൈഡിൽ അപ്പുറഭാഗത്ത്. എന്നാൽ ദൈവം ഇത്ര വന്നു പാട്ടും ആരാധനയും ബഹുമാനവും ദൈവത്തിന് മൗത്ത് സ്വത്തൊക്കെ എല്ലാം ചെയ്യും. പക്ഷെ ഇവിടുന്ന് ഈ 15-ാം അധ്യായം കഴിഞ്ഞിട്ട് ഇവര് പോയപ്പോൾ 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല.
അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പൊറുപെടുത്തു. പുരോഹിതൻ ആരംഭിക്കുക. പാട്ടുപാടിയത്, സാക്ഷ്യം പറഞ്ഞതാ, വാസദാനത്തിൽ പങ്കെടുത്തതാ, കൂട്ടായ്മയ്ക്കൊക്കെ കൂടിയതാ. പക്ഷേ ചില കയ്പുള്ള വിഷയം വന്നപ്പോഴത്തേക്ക്, മധുരമായോ എന്ന് വിചാരിച്ച വിഷയങ്ങളൊക്കെ കയ്പായപ്പോഴത്തേക്ക് ഈ ഉപദേശം എല്ലാം അങ്ങ് മറന്നുപോയി. മനസ്സിലായല്ലോ? ഡീറ്റെയിലോ ഉപദേശം എല്ലാം കേട്ട കാര്യങ്ങളെല്ലാം മറന്നുപോയി. അതുവരെ പാടില്ല. പതിനഞ്ചാം സംഗീതം 15ാമത്തെ ആദ്യത്തെ സങ്കീർത്തന അതെല്ലാം പാടി, ദൈവം വലിയവൻ, ഗാനപ്രതിഗാന യഹോവയ്ക്ക് പാട്ട് പാടുകയും മഹോദയൻ കുതിരയും കുതിരമേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നത് പാട്ടുപാടി ഗാനപ്രതിഗാനമായി പാടിയ ആൾക്കാർ തന്നെ ഈ മാറായി വന്നപ്പോൾ, ചെറിയ വിഷയം വന്നപ്പോൾ, വെള്ളം കിട്ടാവുന്നപ്പോൾ പ്രവൃത്തി ആരംഭിച്ചു. കാരണം അവിടെ ഉപദേശം നഷ്ടപ്പെട്ടു പോയി. ദൈവജ്ഞാനമില്ലാതിരിക്കുമ്പോൾ മനോഗ്രഹം ഉണ്ടാകും. ഉപദേശം പറഞ്ഞു കളയുമ്പോൾ പിറുവിറുപ്പുണ്ടാകും. അങ്ങനെയാണ് പിറുവിറുപ്പുണ്ടായത്. എന്നാൽ നിരാശ വരുന്ന സമയത്ത് പിറുവിറുപ്പുകാരായിത്തീരരുത്. ആ സമയങ്ങളിൽ നാം പിറുവിറുക്കല്ല ചെയ്യേണ്ടത്, ആശയ്ക്കുമീതെ ആ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ, ഞങ്ങളിലല്ല, മരിച്ചൊരുപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. ഇവിടെ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചപ്പോൾ വിചാരിച്ചു മരിച്ചു പോയാലും അവിടുന്ന് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തിട്ടേ മരിക്കുകയുള്ളൂ അവർ വിശ്വസിക്കേണ്ടി വന്നു. അതാണ് യഥാർത്ഥമായ ഉപദേശവും പ്രത്യാശയും. ഒരു പ്രവൃത്തിക്കല്ല ചെയ്തത്, ദൈവത്തിന് അവർ മഹത്വപ്പെടുത്തി. ഇനി ഈ ഒരു ആശയിൽ മരിച്ചു വീഴുകയാണെങ്കിൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമുണ്ട്. ലാസറിനെ 4 ദിവസം മുമ്പ് എഴുന്നേൽപ്പിച്ച് അതിനെ പന്തിയിലിരുത്താൻ കഴിഞ്ഞ ദൈവത്തിന് ഞങ്ങളെ ഇവരെ കൊന്നുകളയുകയാണെങ്കിൽ ഞങ്ങളുടെ ശരീരത്തെ എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ തികയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. എന്താ പറയുകയാണ് 10ാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിന് ദൈവം ഞങ്ങളെ വിടിവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടിവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആശയിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മുഖം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. എത്ര വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ യേശുവിന്റെ മുഖം ദർശിക്കാൻ കഴിയുമെങ്കിൽ ആ പ്രതിസന്ധി മാറി സന്തോഷമായി തീരുവാനായിട്ടും ഞങ്ങൾ അവനിൽ ആശ്രയിച്ചിരിക്കുന്നു. ആരിലാണ് ആശ്രയിച്ചേക്കേണ്ടത്? നിരാശ വന്ന് വല്ലാതായി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു മരിച്ചു പോകും. പക്ഷേ മരിച്ചുയർപ്പിക്കുന്ന കർത്താവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവരെവിടെയാണ് അവരുടെ വിശ്വാസം പറയാണ്, ഇത്ര മണ്ഡലത്തുനിന്ന് ദൈവരെ വിടിവിച്ചു. അത് വിടിവിക്കുകയും മേലാലും വിടിവിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു എന്ന ഈ സന്ദേശം നമുക്കും പറയാനുള്ളതാണ്. അതെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ വിടിവിച്ചു. അവൻ ഇപ്പോഴും നമ്മളെ വിടിവിച്ചുകൊണ്ടിരിക്കുക. ഇനി മേലാലും പ്രതിസന്ധികൾ വന്നാലും ദൈവം നമ്മളെ എന്ത് ചെയ്യും? വിടിവിക്കും. അതാണ് അവിടെ പ്രത്യാശ. അപ്പം മിസ്രൈമ്യ ജീവിത പശ്ചാത്തലം ഉണ്ടായിരുന്ന ആ യാക്കോബിന്റെ സന്തതികൾ പിറുവിപ്പോരായി തീർന്നു. അവര് കൂടെ പിറുവിക്കാൻ കാരണം ഈ 400 വർഷത്തെ അവരുടെ ജീവിതത്തിന് പരിചയം മുഴുവനും യാഗം നടത്തിയോ പ്രാർത്ഥിക്കുകയോ ഉപദേശം കേൾക്കുകയായിരുന്നില്ല. അവരുടെ സാഹചര്യത്തില്ലായിരുന്നു. അവർ കണ്ടതും കേട്ടതും മുഴുവനും ലോകത്തിന്റെ കാര്യങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് ലോകത്തിൽ നിന്ന് വേർപെട്ടെങ്കിൽ മാത്രമേ പിറുവിപ്പില്ലാതാകരിക്കാൻ പറ്റുള്ളൂ എന്ന് പകൽ സമയം മനസ്സിലായിരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് പിറുവിപ്പ് മാറാൻ കഴിയുന്നത്? ദൈവജ്ഞാനം ഉണ്ടാകണം, ഭയം മാറും. 2, നാം ഉപദേശത്തെ മനസ്സിലാക്കി, ദൈവം പഠിപ്പിച്ച സത്യോപദേശത്തെ മനസ്സിലാക്കി അത് നമ്മുടെ സാന്ത്വനത്തിലാക്കി നമ്മുടെ ശിഷ്യന്മാരായി തീർന്നാൽ പിറുവിറുക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ പിറുവിറുക്കാൻ ദിവസവും പിറുവിറുക്കാതിന്റെ കാരണം അവരുടെ ഉപദേശത്തെ നിലനിന്നുകൊണ്ടാണ്. അവർക്ക് പറഞ്ഞുകൊണ്ട് ഉപദേശം നമ്മളെ സ്വതന്ത്രമാക്കി അവരെ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പഠിപ്പിച്ച ഉപദേശം നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിച്ച് നിങ്ങളതിന് സ്വതന്ത്രമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപദേശം തരുന്നത്
നമ്മളെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഉപദേശം നമുക്ക് നൽകുന്നത് നമ്മെ ശക്തരാക്കി നിർത്താൻ വേണ്ടിയാണ്. ദൈവ ഉപദേശം ഉണ്ടെങ്കിൽ പിറുവിറുക്കത്തില്ല. ആ സമയത്തും ദൈവത്തിന് മഹത്വം കരയറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കൂടി വല്ലാതെ പ്രശ്നങ്ങൾ ആയിത്തീരുമ്പോൾ അതിനെ നമുക്ക് ജയിക്കണമെങ്കിൽ ദൈവത്തെ ഉപദേശം വേണം എന്നാണ് നമുക്ക് 6-ാം അധ്യായം അതിന്റെ 7-ാം വചനം പറയുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സാന്ത്വനം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ അതാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശം രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചത് ഏത് രൂപത്തിൽ നമ്മൾ കിട്ടിയത്? കഷ്ടം സഹിച്ച് തികഞ്ഞവനായി തീർന്ന ക്രിസ്തുവിനെയാണ് ഉപദേശത്തിലൂടെ വചനത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടി തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ആ ഉപദേശത്തെ നാം അനുസരിച്ച് ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. തുടർന്നുള്ള ഭാഗം വായിച്ചാൽ മതി. അതേ പാപത്തിൽ അംശമുള്ളപ്പോഴാണ് പിറുവിറുപ്പുണ്ടാകുന്നത്. ലോകത്തിന്റെ ആ പടം അല്ലെങ്കിൽ ലോകത്തിൽ നിന്നും മനസ്സിലാക്കിയ ഭീതിയും നിരാശയും ദുഃഖവും എല്ലാം സ്നാനപ്പെട്ട വിശ്വാസി പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തലയുയർത്താറുണ്ട്. അന്ന് ഇസ്രായേൽ തല ഉയർത്തിയതിന്റെ അർത്ഥം അവർ തല ഉയർത്തിയത്, അവർ നോക്കിയത് മിസ്രയീമാകുന്ന പഴയ കാലത്തെ കുറിച്ചാണ് നോക്കിയത്. അത് അവരിലേക്ക് ഉപദേശത്തെ നഷ്ടപ്പെടുത്തി കളയാൻ. അവർ പഠിച്ചത് പഴയതിലേക്ക് പോയപ്പോൾ അവർക്ക് അവിടെ നിലവിളിയുടെ മനോഭാവമുണ്ടായി. അതിനെ ദൈവം അതിജീവിപ്പിച്ച് മറുകര കടത്തിയപ്പോഴും ചെറിയ വിഷയം വന്നപ്പോഴും ഇവർ നോക്കിയത് മിസ്രയീമിനെ കണ്ടപ്പോൾ, ഫറവോനെയും കൂട്ടരെയും കണ്ടപ്പോൾ അവർക്കവിടെ അത് അവരുടെ ജീവിതത്തിൽ വീണ്ടും പ്രയോഗിപ്പ് കാരണമായിട്ട് വന്നു. ഇന്ന് ഈ പകൽ സമയത്ത് ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വാക്കുകളും ലോകത്തിന്റെ ഗതിയും ലോകത്തിന്റെ കാര്യങ്ങളും നമുക്ക് നമ്മുടെ മനോപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അത് നമ്മളെ പ്രേരിപ്പുകാരാക്കി മാറ്റുന്നതാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയപൂർവ്വം അനുസരിച്ചു കഴിഞ്ഞാൽ നാം എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് മഹത്വം കരയറ്റുന്നതായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഈ സന്ദേശം മുഖാന്തരമായിട്ട് എപ്പോഴും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് സാധിക്കും. എന്താണ്? നമ്മൾ കർത്താവിനെ കണ്ടാൽ മതി, മിസ്രയീമിനെ കാണാതിരുന്നാൽ മതി, തല ഉയർത്തി ലോകത്തേക്ക് നോക്കാതിരുന്നാൽ മതി. തലകളെ താഴ്ത്തി ദൈവത്തിന് പ്രാർത്ഥിക്കണം. തല ഉയർത്തി ഭാരങ്ങളെല്ലാം നോക്കി, വിഷയങ്ങളെല്ലാം നോക്കി നാം മനോഭാവമുണ്ടായി പുറകുമായി പോവുകയല്ല ചെയ്യേണ്ടത്. തല താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ പാരം കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി ദൈവം വഴി തുറന്നു വന്ന് നമ്മെ തല ഉയർത്തി അവൻ നമ്മളെ തല ഉയർത്തും. നീ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടി തല ഉയർത്തി നോക്കിയാൽ ഭാരപ്പെട്ടു പോകും. എന്നാൽ ദൈവം നമ്മുടെ തല ഉയർത്തിയാൽ നാം കാണുന്നത് നമ്മുടെ കർത്താവിനെയായിരിക്കും. അതാണ് നമ്മളെ ബലപ്പെടുത്തി നടത്തുന്നത്. ഈ ആശയമുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലായി. അതവർക്ക് സന്തോഷത്തിന് കാരണമായി. അവരുടെ കുടുംബത്തിൽ, അബ്രഹാമിന്റെയും സാറായുടെ കുടുംബത്തിൽ പിറുപിറുപ്പോ വാഗ്വാദങ്ങളോ വഴക്കുകളോ ഉണ്ടായില്ല. നീ അങ്ങനെ ആയതുകൊണ്ടാണ് സന്തതിയില്ലാത്തതെന്നോ പരസ്പരം പഴിച്ചാരിയില്ല. അതെ, അവർ ഒരുമിച്ച് ആ വിഷയം ഏറ്റെടുക്കാനിടയാത്തത്. അവർ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ദൈവത്തിന് സഹിത്വമുണ്ടായി. ദിവസങ്ങളിൽ പരസ്പരം പഴിയാറേണ്ട, പരസ്പരം നമ്മൾ വിഷയമുണ്ടാക്കേണ്ട, ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ പരാജയങ്ങളെ, ബലഹീനതകളെ മാറ്റി ജയം നൽകുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് അബ്രഹാമൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ചെയ്താൽ മതി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇങ്ങനെയൊക്കെ വന്നു, ഞങ്ങൾക്ക് നിരാശ ഞങ്ങളെ പിടിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മരിച്ചാലും കുഴപ്പമില്ല. മനസ്സിലായോ? മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെ ജീവിപ്പിച്ച് ഞങ്ങളോട് പറഞ്ഞ ശുശ്രൂഷ തികയ്ക്കുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞ് വലതുമേൽ ജയമെടുപ്പാട്ടിടയാത്തത്. എൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ച് ഞാൻ ആ ഭാഗം നിർത്താൻ വിവരിക്കുന്നത്. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുവല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ഇതാണ് പറഞ്ഞ മറ്റുള്ളൊരു പ്രാർത്ഥന.
ഒരു വ്യക്തി ഒരാള് പ്രതിസന്ധിയിലാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത്രമാത്രം കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ കൂട്ടായ്മ കൊടുക്കണം, കൂട്ടായ്മയുടെ വലത്തരം കൊടുക്കണം, പ്രാർത്ഥിക്കണം. അവർ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുണയ്ക്കുന്നുവല്ലോ. അത് ജയിലിൽ കിടക്കുമ്പോൾ പൗലോസും ശീലാസും ജയിലിൽ കിടക്കുമ്പോൾ അവര് മറ്റുള്ളവർ ഉറങ്ങുകയല്ല ചെയ്തത്. അവരെന്തെന്നറിയാമോ? അവര് പ്രാർത്ഥനയാൽ തുണനിന്നു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അന്നത്തെ സഭ പോയി കിടന്നുറങ്ങിയില്ല. അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നാം ദിവസങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു വിഷയം വരുമ്പോൾ, എനിക്ക് ഭാരം വരുമ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയാണ് നമ്മളെ ബലപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അപ്പോൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ മറ്റുള്ളവർ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന എന്ത് ചെയ്തു? കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാൻ തന്നു. ദുഷ്ടന്റെ ആശ അവർ നശിച്ചുപോയി. അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സകലതും മെനഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരാഗ്രഹത്തിൽ എന്നേക്കും അടയ്ക്കുമെന്ന് വിചാരിച്ചെങ്കിൽ, ഇനി ഒരിക്കലും കാരാഗ്രഹത്തിൽ വെളിയിൽ വരത്തില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ മേൽ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതെങ്കിലും ഇന്നത്തെ സമയം ആ കാരാഗ്രഹത്തെ തന്നെ പൊളിക്കാൻ കഴിയുള്ളവനാ നമ്മുടെ ദൈവം. സ്തോത്രം അല്ലേ? നീ വെളിയിൽ വരത്തില്ല, ഇനി നീ വെളിച്ചം കാണത്തില്ല, നീ ഒന്ന് പ്രസംഗിക്കുന്നത് കാണണം എന്നുള്ള രീതിയിൽ പിടിച്ച് അകത്തിട്ടാലും അവിടെ ആ കാരാഗ്രഹം തന്നെ പൊളിയപ്പെടുമെന്ന് അതാ ദൈവപ്രവൃത്തി. എത്ര വിശ്വസിക്കുന്നു? ഇന്നത്തെ സമയം ദൈവാത്മാവ് ചെറുതിനെ പൊളിക്കാൻ പോവുകയാണ്. അതിനെ തകർക്കാൻ പോവുകയാണ്. നിന്നെ ഒടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു, നിന്നെ ഇട്ടിരിക്കുന്ന കാരാഗ്രഹം ഞാൻ പൊളിക്കാൻ പോവുകയാണ്. അതിനെക്കളപ്പുറമൊന്നുമില്ലല്ലോ. നമ്മുടെ ദൈവം ശക്തിമാനാണ്. ചില കാരാഗ്രഹങ്ങളെ പൊളിച്ച് വെളിക്കൊണ്ടിരിക്കും. അവിടെ എന്താ ചെയ്തെന്താ? കാരാഗ്രഹത്തിൽ വാതിൽ ദൈവം തുറന്നു. ഇവര് അവരുടെ ഇഷ്ടമല്ലാതെ അവരുടെ കാര്യത്തിന് വേണ്ടി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിധാനം കൊണ്ടുപോകാനോ വേണ്ടി മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് അടച്ചിട്ടതാണ്. പക്ഷേ ദൈവം പറഞ്ഞു, നിന്റെ ഇഷ്ടപ്രകാരം ഇവർ വിധിക്കാൻ വേണ്ടി കൊണ്ടുപോകാനല്ല, എന്റെ ഇഷ്ടപ്രകാരം അവരുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കൊണ്ടുപോകാം. അങ്ങനെയെങ്കിൽ അതിന്റെ വാതിലിനെ തുറന്നവൻ ഇന്നും ജീവിക്കുന്നു. അവൻ മേലാലും അത് ചെയ്യുവാൻ വിശ്വസ്തൻ തന്നെയാണ്. ചില കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിവിടെ ഫറവോന്റെ സൈന്യത്തെ ദൈവമാണ് കൊണ്ടുവന്നത്. ഞാൻ അവിടെ വായിച്ചു പോകാം, അല്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. എനിക്കറിയാം, ഇവനെ കൊണ്ടുവന്ന ഈ ശക്തിയെ മുഴുവൻ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ദൈവം തന്നെയാണ് അവനെ കൊണ്ടുവന്നുള്ളതും അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് അത് കർത്താവ് പറഞ്ഞത്, ഫറവോനിൽ അവന്റെ സകല രഥങ്ങളിലും ദൈവം എന്ത് ചെയ്യും? മഹത്വപ്പെടണം. അതുകൊണ്ടാണ് അതിന്റെ 5-ാം വാക്യം, 14-4 വാക്യങ്ങൾ. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ കൃപയെ കഠിനമാക്കും, ഞാൻ യഹോവയാകും. ഇതാണ് ഉപദേശം. മനസ്സിലായോ? നേരത്തെ പറഞ്ഞു സംഭവിക്കാൻ പോകുന്ന ഇതാണ്. ഫറവോൻ ഇസ്രായേലിൽ പറയും, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേലിനെ കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും, ഞാൻ യഹോവയാകുമെന്ന് മിസ്രയീം അറിയേണ്ടതിന് ഫറവോനിലും അവരുടെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അവർ അങ്ങനെ ചെയ്തു. ജനം ഓടിപ്പോയി. ഇന്ന് മിസ്രയീം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ പുത്രന്മാരുടെയും മനസ്സ് മാറി. ഇസ്രായേലിലെ നമ്മുടെ അടിമവേലൻ വിട്ടയച്ചു കളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തത് എന്ത് എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ ചോദിക്കുകയാണ്, നാം ചെയ്തത് എന്താണ്? ഫറവോൻ ചോദിക്കുക, ഇവരെന്തിനാണ് വിട്ടു കളഞ്ഞത്? മറുഭാഗത്ത് ഈ ഉപദേശമില്ലാത്ത ജ്ഞാനമില്ലാത്തവർ പറയുക, നിങ്ങൾ ഈ ചെയ്തതെന്ത്? ഞങ്ങളെ അടിമപ്പാടിലേക്ക് വിട്ടാൽ മതിയായിരുന്നു, ഞങ്ങളിവിടെ വന്ന് മരിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് സംഭവം. ഈ മിസ്രയീമ്യ ശക്തി വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെന്നാണ്, നിങ്ങൾ ഇടിയിച്ചല്ലോ, വിട്ടുപോയല്ലോ, അതുകൊണ്ട് അത് ചെയ്യേണ്ട, അതിനെ പിടിച്ചോണ്ട് പോകണം, തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ നിഗ്രഹിക്കുന്ന കൊല്ലാത്തവനെ തിരിച്ചു കൊണ്ടുവരണം. ആ രീതിയിൽ പോകുമ്പോൾ സാധനം പറയുക,
മിസ്രൈം പിന്നെ വേല ചെയ്തത് നന്നായിരുന്നു, ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഈ ചെയ്ത് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? രണ്ടുപേരും പറയുക. മിസ്രൈം പറയുകയാണ്, ഫറവോൻ പറയുകയാണ്, ഈ നമ്മളല്ല ചെയ്തത്, നമ്മൾ വേഗത്തിൽ വിട്ടുകളഞ്ഞു, അങ്ങനെ വിടേണ്ട ആവശ്യമില്ലായിരുന്നു. മറുപടിയിൽ അവർ പറയുക, അവിടെ ചെങ്കടലിന്റെ അടുത്തെന്ന് പറയുക, നിങ്ങൾ ചെയ്തത് എന്താണ്, ഞങ്ങളവിടെ വിട്ടാൽ പോരായിരുന്നു. ഇത് രണ്ടുപേരുടെയും ഉദ്ദേശമായി മാറി. ഫറവോന് കൊണ്ടുപോകണം എന്നുള്ളതാണെങ്കിൽ ഇത് പറയുക, അതായിരുന്നല്ലോ നല്ലത്, അല്ലേ? അതായിരുന്നല്ലോ നല്ലത്. വിശ്വാസം വന്നിട്ട് ഇത്രയും വർഷം വന്നതിനേക്കാൾ നല്ലത് വിശ്വാസം വരാതിരിക്കുക എന്നുള്ളത് നല്ലത്, അല്ലേ? എല്ലാവരും നമ്മളെ വിമർശിക്കും, പ്രാർത്ഥനയ്ക്ക് പോകുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇന്നത്തെ സമയം ആത്മാവിദ്യോത് പറയുക, ചിലർ കേട്ടോണം, അത് പ്രതിസന്ധി ഇല്ലാത്തൊരു വിശ്വാസ ജീവിതമില്ല. ഇറങ്ങി പോരുമ്പോൾ പാരദീശത്തിൽ പിന്നാലെ വരും. ദൈവം അനുഭവിച്ചിട്ടാ വരുന്നത്. എന്താണെന്നറിയാമോ? മുക്കിക്കളയാൻ വേണ്ടിയാ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ. ദൈവം വെളിപ്പെടുത്തും ആരാണെന്നുള്ളത്. അതല്ല അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവം അനുവദിച്ചു തരുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാ ദൈവയുടെ ഉപദേശം പറഞ്ഞിരുന്നു, ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും. ഇതാണ് ഉപദേശം. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവയാകുന്ന മിസ്രൈം കഴിയേണ്ടതിന് ഫറവോനിലെ അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. കർത്താവ് വ്യക്തമായി യഹോവയുടെ ദൈവം മോശയോട് പറഞ്ഞത് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് മോശ അവിടെ ഈ വിഷയം കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാം മറന്നുപോകും, അല്ലേ? മറന്നുപോകും. എത്ര വിശ്വാസമെന്ന് പറഞ്ഞാലും, എത്രമാത്രം നമ്മളാണെന്ന് പറഞ്ഞാലും ഈ ദൈവമൊന്നും പെട്ടെന്ന് വായിലൊന്നും വരത്തില്ല. പെട്ടെന്ന് നമ്മളത് നാവിറങ്ങിപ്പോകും. പ്രശ്നങ്ങളെല്ലാം പ്രതികൂലമായി. ഇവിടെ ഇസ്രായേൽ ജനം അവിടെ ചെങ്കടലിൽ ഇവരെ കണ്ടപ്പോൾ തന്നെ നാവിറങ്ങിപ്പോയി. പിന്നെ ആകെപ്പാട് സംസാരിക്കാൻ പറ്റിയതേ ഉള്ളൂ, എന്തിനാ നീ ചെയ്തത്? ഞങ്ങളവിടെ മരിച്ചു, അവിടെ ഞങ്ങൾ ഇവിടെ കൊണ്ടത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ ജീവിച്ച പോരായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. അതാണ് അവിടെ ചോദിച്ചത്. ഈ സന്ദേശം മനസ്സിലായല്ലോ. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ വരുന്ന സമയത്ത് അത് നിരാശയായി തീരാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഉപദേശം കേൾക്കണം. അതാ പറയുന്നത്, പിറവിറുക്കുന്നവർ ഉപദേശം ഗ്രഹിക്കുകയും ചെയ്യും. മനോഭിപ്രമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറവിറുപ്പുകാർ ഉപദേശത്തെ മനസ്സിലാക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ഉപദേശം നമ്മുടെ നേരത്തെ പറഞ്ഞുകൊണ്ട് ദോഷമായിട്ടൊന്നും സംഭവിക്കുകയില്ല. എന്ത് വിഷയം വന്നാലും അതെത്രമാത്രം പ്രതികൂലമാണെങ്കിലും ദൈവാത്മാവ് പറയുന്നത് നിന്റെ ദോഷം കാണാൻ വേണ്ടി ആശ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അത് നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരുമ്പോൾ ദൈവം പറയും, അവൻ ആശിച്ചു വരുന്ന അങ്ങനെയാണെങ്കിൽ നിന്റെ കൊമ്പ് ഞാൻ ഉയർത്തുമെന്ന 114 സംഗീതത്തിൽ പറയും. 114 സംഗീതത്തിനും 10 വാക്യം വായിക്കുമ്പോൾ ഈ ബന്ധത്തിൽ നമുക്ക് വളരെ വ്യക്തമായി ആ സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്റെ ആശ നശിച്ചു പോകാൻ പോവുക, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കൊടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ ഉരുകിപ്പോകും. കാരണം എന്നറിയാവോ, ഇതിപ്പം ഞെരുക്കും എടുത്തവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എന്നാൽ വീണ്ടും വിചാരിക്കുന്ന ഒന്നുമുണ്ട്, ഇതിന്റെ ശമ്പളം എല്ലാം തീർന്ന പിന്നെ ഒന്നും കിട്ടരുത്, തലമുറയ്ക്കൊന്നും ഉണ്ടാകരുത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ നന്മ തടയാൻ വേണ്ടിയാണ് നോക്കുന്നുള്ളൂ. എന്നിട്ട് പറയുകയാണ്, അവൻ ഒരു നാൾ കുലുങ്ങിപ്പോകുകയില്ല, നീതിപനേക്കും ഓർമ്മയിലിരിക്കും, ദുർവർത്തമാനം നിമിത്തവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അതുകൊണ്ടാണ് ഓരോ സുഹൃത്ത് നയിക്കുന്നത്, ഞങ്ങൾ ആശ്രയിക്കാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ മുന്നേക്കേണ്ടി വന്നു. മരിച്ച ഉയർപ്പിക്കും ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. മരിക്കേണ്ടി വന്നാൽ ഉയർപ്പിക്കുന്നതിനുണ്ടെന്നുള്ള ആശ്രയബോധമുണ്ടായി. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുർവത്ഥാന നിമിത്തം ഞാൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. യഹോവയിൽ ആശ്രയിച്ചുറച്ചിരുന്നു കഴിഞ്ഞാൽ നിന്നെ കുലുക്കാൻ കഴിയത്തില്ല. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ശത്രുക്കളിൽ അവന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അപ്പം ഇസ്രായേലിൽ നിന്ന് വന്ന ഫറവോന്റെ ആഗ്രഹത്തെ ദൈവം ഇല്ലാതാക്കിയപ്പോൾ മോശ കൂട്ടർ വിചാരിച്ചു, ദൈവമേ നീ പറഞ്ഞതുപോലെ ഇവരെ ഇല്ലാതാക്കുവാൻ, നിന്റെ നാമം മഹത്വമാക്കുവാൻ വേണ്ടി നീ പ്രവർത്തിക്കുമല്ലോ. അതങ്ങനെ ദൈവം ചെയ്തു കൊടുത്തു. അത് യാതൊരു ലേഖന്മാർക്ക് കൊടുക്കുന്നു. അത് നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്
അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നു. ഈ ഞെരുക്കവും അപമാനവും ഒക്കെ ഉണ്ടായി തീർന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയാൻ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. എന്റെ കുടുംബത്തൊക്കെ സന്ധ്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ സന്ധ്യയെക്കുറിച്ച് പറയുക. അങ്ങനെ അബ്രഹാമിന്റെ സന്ധ്യയെക്കുറിച്ച് 112 സങ്കീർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിഴലായിരുന്നെങ്കിൽ പൊരുളായിട്ടുള്ളത് ക്രിസ്തുയേശുവിലാണ്, യേശു ക്രിസ്തുവിലാണ്. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടനത് കണ്ട് വ്യസനിക്കും, പല്ലുകൾ ചുരുങ്ങിപ്പോകും. ഈ ഏത് വിഷയത്തിന്റെയും അതിന്റെ പൂർത്തീകരണം നമ്മുടെ കർത്താവായതുകൊണ്ട്, അവനറിയാതെ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് നാം ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടാകത്തില്ല. പഴയ നിയമത്തിന്റെ ആശയും പ്രത്യാശയൊക്കെ ഇതായിരുന്നെങ്കിൽ എന്തായിരുന്നു യഥാർത്ഥമായ ആശ എന്നുള്ളത് ചിന്തിച്ച് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യരുടെ ബന്ധത്തിൽ ഏറ്റവും വലിയ ആശയം എന്തായിരുന്നുള്ളത്? ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 21 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഭക്തന്മാർ കാത്തിരുന്ന ആശയം എന്നുള്ളത്? ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 21 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇങ്ങനെ വിളിക്കുന്നത്, ഞങ്ങളോ ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ ഉള്ളവനെന്ന് ആശിച്ചിരുന്നു, അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഇത് പറയുക, ഈ യേശു എന്ന ഒരുവൻ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളെല്ലാവരും ആശിച്ചത് ഇവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളതെന്നാണ്. നിരാഗ്രഹമായിരുന്നു ഒരു വീണ്ടെടുപ്പ് നടക്കും. ഞങ്ങളുടെ സ്ഥിതിക്കെല്ലാം മാറ്റം വരും. ഞങ്ങളുടെ അടിമട്ടം മാറും, ഞങ്ങളുടെ പ്രവാസം മാറും, ഞങ്ങളുടെ കഷ്ടത മാറും, വീണ്ടെടുപ്പുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പ്രവർത്തിക്കുന്നത് ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടുകൂടെ അവരെ പിന്തുടർന്ന് എന്നോട് സംസാരിച്ച സമയത്ത് വിചാരിച്ചു, ഞങ്ങളൊക്കെ വിചാരിച്ചത് ഈ ശക്തിയുള്ള പ്രവാചകൻ, സകലജനത്തിന് മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുടെ പ്രവാചകനായിരുന്ന നസറേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. പറയുക, വളരെ വാക്കിലും ശക്തിയുള്ള പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേനായ യേശു. ഇവര് പ്രവാചകന്മാരെ കണ്ടുപിടിച്ചവരായിരുന്നു. യേശു ഒരു വലിയ ശക്തനായ പ്രവാചകനായിരുന്നു എന്നുള്ള വിശ്വാസമുള്ള നിമോസിലേക്ക് പോയ ശിഷ്യന്മാർ. ഇത് എന്തുകൊണ്ടെന്നറിയാമോ? അവരൊരിക്കലും വിചാരിച്ചില്ല യേശു ക്രൂശിൽ മരിക്കുമെന്നുള്ളത്. ഇന്നും പലരും വിശ്വസിക്കാത്ത കാര്യം യേശുവിന്റെ പുനരുത്ഥാനമാണ്. അതിനാണ് പലർക്കും വിശ്വാസമില്ല. യേശു പ്രവാചകനാണെന്നും യേശു ശക്തിയുള്ള പ്രവാചകനാണോ ഒക്കെ വിശ്വസിച്ച് അനേകരും ഒരു അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ യേശു മരണത്തെ ചേർത്ത് എന്നുള്ളത് വിശ്വസിക്കാൻ പലർക്കും കഴിയാതെ പോകുമ്പോൾ ഇവര് അവരുടെ വിശ്വാസം, അതായത് അപ്പോൾ അതിനെ അവരുടെ ചിന്താഗതിയെ മാറ്റുവാൻ വേണ്ടി യേശു അവരോട് ചേർന്നെടുക്കാൻ അറിയാത്തത്. അതറിയാം, ഇവർക്ക് മനസ്സിൽ യേശുവിനെ പ്രവാചകനായിട്ടുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാൽ യേശു സാക്ഷാൽ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം അവരോട് കൂടെ നടന്നത്. ഇന്ന് പകൽ സമയവും അതേ ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. ഞങ്ങളോ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു, അത്രമല്ല അത് സംഭവിച്ചിട്ടെന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂരന്മാർ ദർശനം കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. പറഞ്ഞാൽ ഇവർക്ക് യഥാർത്ഥമായ ജ്ഞാനം ഇല്ല. അതുകൊണ്ട് ഭ്രമമുണ്ടായത്. യേശു ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ ഇവർ ഭ്രമിച്ചു. മനോവിഭവമുള്ളവർ മനസ്സിൽ വിഭവമുണ്ടായി, ജ്ഞാനമില്ലാതായിപ്പോയി. ദൈവത്തിന് ജ്ഞാനം എന്താണ്? ജ്ഞാനത്തിന് മർമ്മമാണ് എന്താണെന്നുള്ള അറിയാം. ക്രിസ്തു യേശു മരിച്ചടക്കം ഉയർത്തെഴുന്നേൽക്കുന്നുള്ളതാണ്. ഇതിനാണ് ഭ്രമമുണ്ടായപ്പോൾ ഇവര് ഞങ്ങളെ ഭ്രമിപ്പിച്ചു എന്ന് പറയുക. ഞാൻ അതിലേക്ക് എതിർക്കുറിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ മരണത്തിനപ്പുറമായ ഒരാൾക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല എന്ന് അവർ ചിന്തിക്കുമ്പോൾ
യേശുവിന്റെ ജീവിതകാലത്ത് തന്നെ മരിച്ചവരെ ഉയർത്തെഴുപ്പിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഇതായാലും ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു പറഞ്ഞു. അതങ്ങനെ തന്നെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഈ പുനരുത്ഥാനത്തിന്റെ ക്രിസ്തുവിനെ ഇവർക്ക് വെളിപ്പെട്ട് കൊടുത്ത സന്ദർഭത്തിൽ പറയുക, ഞങ്ങൾ ആശിച്ചിരുന്നത് യുവ മുഖാന്തരം മുന്നോട്ടുണ്ടാകുമെന്നാണ്. ഇന്ന് ഈ പകൽ സമയത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറയുമ്പോൾ സംശയത്തോടെ പറയുന്നതല്ല. നമ്മൾ പറയുന്നത് സംശയത്തോടെ പറയുന്നത്, ഞങ്ങൾ അവനിൽ ആശ വെച്ചിരുന്നു, പക്ഷേ ഞങ്ങളുടെ ആശയ്ക്ക് ഭംഗം സംഭവിച്ചു. ഞങ്ങൾ വിചാരിച്ചതുപോലെ സംഭവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ എമ്മൂസിലേക്ക് പോവുക, യേശുവിന്റെ എമ്മൂസിലേക്ക് അവർ പോവുക. ഇനി ഇവിടെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, കാര്യങ്ങളിലൊക്കെ അവിടെ പെട്ടുപോയി. അതുകൊണ്ട് അവൻ മരിച്ചു, അവനെ ക്രൂശിച്ചു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവന്റെ കാര്യങ്ങൾ നെയ്സ് അറിയാതെ ഇവര് എമ്മൂസിലേക്ക് പോകുമ്പോൾ കർത്താവ് അടുത്ത് എന്ന് അവരോട് സംസാരിച്ചതുപോലെ ഇന്ന് പകൽ സമയവും നമ്മളെ മടക്കിക്കൊണ്ടുവന്ന് സമാധാനത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരെ ദൈവം എന്ത് ചെയ്തു? യെരൂശലേം ഞങ്ങൾ പീസ് എന്നാണ്, സമാധാനത്തിന്റെ സ്ഥലമാണ് യെരൂശലേം, ദ ലാൻഡ് ഓഫ് പീസ് യെരൂശലേം. പക്ഷേ അവിടേക്ക് അവരെ മടക്കിക്കൊണ്ടുപോകണം. ഇവിടെ മനസ്സിന് സമാധാനം കൊടുത്തുകൊണ്ട് അവരെ മടക്കിക്കൊണ്ടുപോകാൻ വേണ്ടി ദൈവാത്മാവ് ഇടപെട്ടതുപോലെ ഇന്ന് പകൽ സമയം ഞാനും നിങ്ങളും പലപ്പോഴും വിശ്വസിച്ചത്, ആശിച്ചത് അത് നടക്കാതിരിക്കുമ്പോൾ, നിരാശ വരുമ്പോൾ സമാധാനത്തിന് അകന്നു പോകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ സമയത്ത് ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം ദൈവം നമ്മോട് ചേർന്ന് വന്ന് ക്രിസ്തുവിൽ ആശ്രയിപ്പിച്ചിട്ട് അവരെ യെരൂശലേമിലേക്ക് മടക്കിക്കൊണ്ടുപോയതുപോലെ ദൈവാത്മാവ് ഇന്ന് നമ്മെ മടക്കിക്കൊണ്ടുവരാൻ പോവുകയാണ്. 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്കാ പോയതെങ്കിൽ അവരുടെ പോക്കിന്റെ ഉദ്ദേശം മറ്റൊന്നുമാരുമില്ല. ചില കാര്യങ്ങളൊക്കെ കേട്ട് ഫലിച്ച് അവർ ഇന്ന് ഈ സമാധാനത്തിന്റെ സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തെ പ്രയോഗിക്കുന്ന ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ആരാണ് വെളിപ്പെടുത്തി കൊടുക്കേണ്ടേ തോന്നുന്നു. അതുപോലെ ദിവസം നമ്മൾ സമാധാനം നഷ്ടപ്പെട്ട വിഷയങ്ങളില്ലേ, നാം പലരും പ്രതീക്ഷിച്ചിട്ട് ആശിച്ചതുപോലെ നടക്കാതിരിക്കുന്ന കാര്യങ്ങളില്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ വ്യവസ്ഥകഥ പറയുക, അവനിൽ ആശ്രയിച്ചിരുന്നാൽ, അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും കൂടി പ്രാർത്ഥിക്കാനുമുണ്ടെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. എത്ര വിശ്വസിക്കുന്നു? അതെ, നമ്മുടെ ആശ ക്രിസ്തുവിലാണ്. ഞാൻ യേശുവിൽ ആശ വെച്ചിരിക്കുന്നു. എനിക്ക് എന്നെ സഹായിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ പോകാതിരിക്കുവാൻ, നിലമരിയായി പോകാതിരിക്കാൻ, വെള്ളിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി, യാത്രയായിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയെ തുണയ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നത്തെ സമയം കാര്യങ്ങൾ മനസ്സിലാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷമൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദോഷവും സംഭവിക്കുകയില്ല. കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ടാൽ കാരാഗ്രഹത്തെ പൊളിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതെ, ഉറങ്ങാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദിവസങ്ങളിൽ വിഷയത്തിന് വ്യാപരിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കാരാഗ്രഹത്തെ പൊളിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. അത് വിളിക്കപ്പെട്ട അവരെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവരെ ചെങ്കടലിന്റെ അടുത്ത് വന്നാലും, അവിടെ മറുകര കടക്കാൻ കഴിയാതിരിക്കുമ്പോൾ പ്രതിസന്ധി വന്നാലും, അവർ ഭയപ്പെട്ടു പോയാലും വിളിച്ചിറക്കിയവൻ മാറിപ്പോകത്തില്ല. കനാനിൽ പോകണമെന്ന് വിളിച്ചിറക്കിയതാണെങ്കിൽ വീണ്ടും മിസ്രൈമിന്റെ കയ്യിൽ കൊടുക്കത്തില്ല. പിന്നെ നിന്റെ കുഴപ്പം കൊണ്ട് പട്ടുപോയതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ പിന്നെ അവർ പട്ടുപോകാൻ കാരണം അവർ പിറുവിറുപ്പുകാരായി മാറിയതുകൊണ്ടാണ്. അനുദിനം പിറുവിറുപ്പുകാരായി മാറിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സന്ദേശം എന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇതിലെ ദൈവാത്മാവ് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ദൈവങ്ങളെ വിടിവിച്ചു പുണ്യത്തേതിൽ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടെന്ന് പറയാൻ കാരണം ഇവർ ഉപദേശത്തിൽ നിൽക്കാതെ പോയതുകൊണ്ടാണ്. എത്രയൊക്കെ ഇന്ന പകൽ സമയം ദൈവത്തിന്റെ ഉപദേശത്തിന് കേൾക്കാൻ കഴിയും, ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. നമ്മുടെ ആശ ക്രിസ്തുവിൽ വെച്ചുകൊണ്ട്, അതെ, കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, സാറയും അബ്രഹാമും അത് വിശ്വസിച്ചപ്പോൾ
അവരുടെ കരങ്ങളിൽ ഇസഹാക്കിനെ കൈകൊണ്ടുവാൻ അവർക്ക് ചിരിക്കുവാൻ കാര്യമാക്കണമെങ്കിൽ, സന്തോഷമുള്ള അവരങ്ങളുണ്ടായെങ്കിൽ, ഇസഹാക്കിനെ വിളിച്ചുകൊണ്ട് ചിരിക്കുവാൻ സാഹചര്യമുണ്ടായെങ്കിൽ, ചില വിഷയങ്ങളിലെ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടാൻ പോവുകയാണ്. അത് ചിരിക്കാനാകാൻ പോവുകയാണ്. അതെ, അവർ ചിരിച്ചു. അവരെങ്ങനെ ചെയ്തറിയോ? ചിരി എന്നുള്ള പേര് ആ വീട്ടിനകത്ത് സന്തോഷമുണ്ടായത് കാരണം ആശയ്ക്ക് വിരോധമായി അവർ ആശയോടെ വിശ്വസിച്ചത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം കഴിച്ചത് കൊണ്ടാണ് അവിടെ ചിരി ഉണ്ടായതുപോലെ ദിവസങ്ങളിൽ ചില നിരാശപ്പെട്ടിരിക്കുന്ന ചില അല്ലെങ്കിൽ അതിന് മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽ സമയം പലരും ചോദിക്കും, നീ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, നീ എങ്ങനെയാ ആരാധിക്കുന്നത്, നീ എങ്ങനെയാ വിശ്വാസം നിൽക്കുന്നതെന്ന് പലർക്കും അതിശയമായി തോന്നുമ്പോൾ ഇന്ന് പകൽ സമയം പറയണം, അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കടവിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകർസമയം കടമുയർത്തി സ്തോത്രം ചെയ്താട്ട് ഞങ്ങൾ യേശുവിൽ ആശ്രയിച്ചുമിരിക്കുന്നു. അവൻ ഞങ്ങളെ വിടിവിക്കും, അവൻ ഞങ്ങളെ വിടിവിക്കുമെന്ന് യേശു വിശ്വാസം കാണണം. യേശു മരണത്തെ ജയിച്ചു പുനരുത്ഥാനത്തെയുമായ ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ള യേശുവിൽ ആശ്രയിച്ചിരിക്കുന്ന എല്ലാ പേരുടെ വിശ്വാസം നമ്മുടെ പകർസം വർദ്ധിക്കേണ്ട വിശ്വാസ പ്രാർത്ഥനയിൽ അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനുഗ്രഹമായിട്ട് അറിയിക്കുന്ന അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുവല്ലോ. ഉപവാസ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി ഒരു തുണയാണ്, ഒരു സഹായമാണ്. ഒരു തലമുറയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള കൂടി വന്നിരിക്കുന്നത് അത് കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി, പ്രയാസം വഹിക്കുന്നവർക്ക് വേണ്ടി ഒരു നേരമെങ്കിലും അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ പറഞ്ഞിരിക്കുന്നവർ അത് നിങ്ങളും തുണയ്ക്കുന്നല്ലോ. അത് മുഖാന്തരമായി ഇവിടെ പറയുകയാണ്, പല മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി. ഇത് കൃപയാലാണ് നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന കഥാവി ഈ വിഷയത്തിൽ ആരും പതറിപ്പോകരുത്. ദിവസത്തെ എങ്ങനെ പ്രാർത്ഥിച്ചത് സഭയ്ക്ക് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന കഥാവിയിൽ അവർ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പല മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും അടിവരയിട്ടു. ഇന്ന് പല സമയം ഈ വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവാത്മാവ് പറയുന്നു, നിരവധി പ്രാർത്ഥിക്കുന്ന തുണയ്ക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന് സ്തോത്രമുണ്ടാകുവാൻ ഇടവരും വരെ ദൈവത്തിന്റെ ആരാധന വെളിപ്പെടും. ഇന്ന് ഈ വിഷയത്തിന്മേൽ ദൈവമക്കൾ ഏതെല്ലാം വിഷയങ്ങൾ പാടപ്പെടുന്നുവോ ആ വിഷയങ്ങൾ ഒരു ആരാധനയായി, സ്തോത്രത്തിന്റെ ആരാധനയായി, വീടുകളിന്റെ ആരാധനയായി ദൈവം നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യത്തെ വചനത്തിനായി സ്തോത്രം ചെയ്യാൻ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടയാകും. നീ നശിച്ചു പോകുവാൻ, പാലപ്പെടുവാൻ, തകർന്നു പോകുവാൻ, ഇല്ലാതായി പോകുവാൻ, തലമുറയ്ക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, കേസുകൾക്ക് വേണ്ടി പല വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ജനിക്കുന്ന ജീവിതമേ നബകശ്രദ്ധയെന്ന് പറയുക. അതെല്ലാം പല നിമിത്തമായി ഉണ്ടായ കൃപ നിമിത്തമായി വലിയൊരു സ്തോത്ര ആരാധനയുടെ സ്വരം കേൾപ്പിക്കുന്ന ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ 9-ാം മാസത്തിലെ ഉപവാസത്തിൽ നമുക്ക് ദിവസത്തിൽ പറയാൻ കർത്താവേ അതെ സ്തോത്രമുണ്ടാകാൻ പോകുകയാണ്. ശക്തിയായ നിലവിളിയുണ്ടാകുമെന്ന്, നിരാശയുടെ വിഷയമുണ്ടാകുമെന്ന്, ഇല്ലാതായിത്തീരുമെന്ന്, കടൽക്കരയിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി കൊന്നുകളയാമെന്ന് വിചാരിച്ചെങ്കിൽ ദൈവം പറഞ്ഞു, ഇല്ല, ഇവർ നിലവിളിക്കുന്നവരെ കൊണ്ട് പാട്ടുപാടിക്കാൻ എനിക്ക് കഴിയും എന്ന രഹസ്യത്തെ വിശ്വസിക്കുന്നു. നിലവിളിക്കുന്ന, ഭാരപ്പെടുന്ന, സംശയിക്കുന്ന വിഷയങ്ങളിനെ ദൈവം എന്ന് പറയുക, അതിനെ ആരാധനയാക്കി മാറ്റുവാൻ കഴിവുള്ളവരിലാണ് ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാ കടങ്ങളും സ്തോത്രം ചെയ്താട്ട് ശക്തി വിചാരിക്കുന്നതില്ല അതാക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ സ്തോത്ര സ്ഥലമുയർത്തുവാൻ വേണ്ടി കുടുംബങ്ങളിൽ സ്തോത്ര ആരാധന, സ്തോത്ര പാട്ടിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ ക്രമീകരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസങ്ങളിൽ സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥന മുന്നിൽ തുണച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പല നിമിത്തമും സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. അതെ, നിലവിലെയല്ല
കണ്ണുനീരല്ല, സ്തോത്രമുണ്ടാകുവാൻ ഇടവരുമെന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.